ഈ കോവിഡ് ഇത്രയും വ്യാപിച്ചു കഴിഞ്ഞപ്പം ശരിക്കും അത് വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നു. എത്ര പേരാണ് കോവിഡിൽ നിന്ന് വിടുവിച്ചതിനായി സ്തോത്രം എന്ന് പറയുന്നത് പോലെ? അങ്ങനെയൊക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ കർത്താവ് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തതിനായിട്ട് സ്തോത്രം. സ്വർഗത്തിൽ ഞങ്ങൾക്ക് മരിച്ചാലും ജീവിച്ചാലും ഇരിക്കുന്ന വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്നേക്കുന്നു. കാരണം ഈ ലോകം എത്ര നശ്വരമാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന ഒരു തട്ട് കൊടുത്തേക്കാൻ ദൈവം തീരുമാനിച്ചു. എന്ത് ചെയ്താലും തൂത്താ പോകാത്ത പോലത്തെ ഒരു സാധനത്തെ വിട്ടേക്കും. എന്താ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ദൈവത്തിന്റെ സഭയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ലോകം ഒരു വൈറസ് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. കർത്താവേ, നിത്യമായ രാജ്യത്തിലേക്ക് നോക്കാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. നാളെ ഞങ്ങൾ ആയിരിക്കാം 5 ലക്ഷം പേര് അമേരിക്കയിൽ. അപ്പം ആലോചിച്ച് നോക്കി, 5 ലക്ഷം പേര് നാളെ ഞാനായിരിക്കാം. അപ്പോൾ ദൈവത്തിന്റെ വചനം ഒരു വലിയ മുന്നറിയിപ്പ് തരികയാണ്, നശിച്ചു പോകുന്നതിലേക്ക് നോക്കരുതേ. നിങ്ങൾ ഉയരത്തിലുള്ള തേജസ്, നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചോ. ശരിയായത് എന്താണോ അതിനെ മുറുകെ പിടിച്ചോ. ഈ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഇത് മാറുമെന്ന് ചില ആൾക്കാർ പറയണ്ടേ, ഇങ്ങനെ പറയുന്നത്. ഈ കോവിഡ് അവരുടെ വിശ്വാസം എങ്ങനെ പരിശോധിച്ചെന്നറിയോ? അത് ഭയങ്കര രസമാണ്. വിശ്വാസിക്ക് കോവിഡ് വരില്ല. അവന്റെ വിശ്വാസം എന്താ? വിശ്വാസിക്ക് കോവിഡ് വരില്ല. വാക്സിനേഷൻ എടുത്താലും മാസ്ക് വെച്ചുകൊണ്ട് നടക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇത് തടയാൻ പറ്റില്ല. ഈ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് ലക്ഷണങ്ങൾ കുറച്ച് മരണത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇത് വേറൊരാൾക്ക് നമുക്ക് പകർത്തിക്കൊണ്ട് നടക്കാൻ പോലും. അതുപോലത്തെ ഒരു പുലിവാല് പിടിച്ച സാധനം ഇന്നേ വരെ എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സാധനം ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ടോ. അപ്പൊ ദിസ് ഈസ് ഹിയർ ആസ് വിത്ത് ഗോഡ്സ് പെർമിഷൻ. മനുഷ്യനെ ഡിസിപ്ലിൻ ചെയ്യാനും അവന്റെ വിശ്വാസത്തെ പരിശോധിക്കാനും ദൈവം കൊടുത്തുവിട്ട ഒരു ദൂതനായിട്ടാണ് ഈ കൊറോണ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത്. അത് നമ്മളെ ശരിക്കും മുട്ടുകുത്തിച്ചിട്ടുണ്ട്, ഈ സിവിലൈസേഷനെ മൊത്തം. എനിക്ക് 7 രാജ്യങ്ങളിലേക്കുള്ള കഴിഞ്ഞ നവംബർ വരെ, ഇൻക്ലൂഡിങ് ഇംഗ്ലണ്ട്, UK. I was supposed to be in UK for the first week of November 2020. Okay. Maybe 5 to 7 days. അപ്പോ ഇതെല്ലാം കർത്താവ് അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, ഒരു മിനിസ്ട്രിയിലും ഗ്ലോറി ചെയ്യണ്ട. പക്ഷെ when we are reflecting on this, I understand ദൈവം ശരിക്കും നമ്മളെല്ലാം മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് വചനം വെളിപ്പെടുത്തി തരുമായിരുന്നു. ശരി, അത് ദൈവത്തിന്റെ ഒരു ഭയങ്കര, അതായത് ഫെയ്ത്ത് പരിശോധിക്കപ്പെടുകയും ഉറപ്പിക്കപ്പെടുകയും ധൈര്യപ്പെടുത്തുകയും അവന്റെ സഭയെ പണിയുകയാണ് കർത്താവ് ഈ സമയത്ത് ചെയ്യുന്നത്. ഞങ്ങള് ലോക്ക്ഡൌൺ കഴിഞ്ഞ് സഭ തുറന്നു. ലോക്ക്ഡൌൺ ഇവിടെ ഇപ്പൊ ഇല്ല. ലോക്ക്ഡൌൺ കഴിഞ്ഞ് സഭ, ഞങ്ങളുടെ ചർച്ച് തുറന്നു. ചർച്ച് തുറന്നപ്പോഴ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, നിവൃത്തി ഉണ്ടെങ്കിൽ വരണ്ട. അങ്ങനെയാ, ഇങ്ങനെ സഭയിൽ ഒരിടത്തും പറയാറില്ലല്ലേ. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയും പറഞ്ഞു, നിവൃത്തി ഉണ്ടെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർ വരണം. അപ്പം നുറുക്കൽ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് മൂപ്പന്മാർ വരണം, അപ്പം നുറുക്കണം. പക്ഷെ ധൈര്യമില്ലെങ്കിൽ വേണ്ട. ഇനി നിവൃത്തി ഉണ്ടെങ്കിൽ സാമാന്യ ജനങ്ങൾ ആരും വരണ്ട. എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സൂമിൽ സംസാരിക്കാം. അതവിടെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി സൂമിൽ സ്തോത്രം ചെയ്യാം, സൂമിൽ പ്രാർത്ഥിക്കാം, സൂമിൽ സാക്ഷ്യം പറയാം, സൂമിൽ പ്രബോധനം പറയാനുള്ള എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നറിയോ? ഓരോ ദിവസവും സൺഡേയും പുതിയ പുതിയ ആൾക്കാരാണ്. കോവിഡ് കാലത്ത് ദൈവം ഒരുക്കിയെടുത്തവരാണ്. ഇത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഇന്നിപ്പോ 2 ഫാമിലീസ് കൂടി ഞാൻ അടുത്ത സൺഡേ തൊട്ട് വരും. എവിടെയാണ് സഭ? ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ദ ലോർഡ് ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. ഒരു സഭയിലും പോകാതെ വീട്ടിയിരിക്കും. ദേ ആർ തെർസ്റ്റിംഗ് ഫോർ എ ഫെലോഷിപ്പ്. അപ്പോൾ ജ്ഞാനം എന്ന വാക്ക് നമ്മൾ ഇന്നലെ ഉപയോഗിച്ചത് ജീവനും ഭക്തിക്കും ആധാരമായി നമ്മൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് ആ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇരുമനസ്സുള്ളവർക്ക് കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാകുന്നത്, പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട്, പരിജ്ഞാനം ഉണ്ടാകണം, കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിൽ വളരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും ആ ഒരൊറ്റ ഫോക്കസിലല്ല. നമ്മൾ പലപ്പോഴും വിശ്വാസത്തിന്റെ സ്ഥിരതയില്ലാത്തവരായതുകൊണ്ട് പലപ്പോഴും ഇരുമനസ്സുള്ളവരായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. നമുക്കൊരു യൂണിഫൈഡ് മൈൻഡ്, അതായത്
എപ്പോഴും നമ്മുടെ മുമ്പിൽ ആ ഒരൊറ്റ ലക്ഷ്യം അല്ല നമ്മളെ പലപ്പോഴും നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളാൽ നമ്മൾ ഡൈവേർട്ടഡ് ആയി പോകുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ആ ദൈവത്തിന്റെ ആ ഒരു എന്താ പറയുന്നത് ആ തുടർച്ചയായ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അല്ലെങ്കിൽ ആ പരിജ്ഞാനത്തെ പ്രാപിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകും. ഈ ലോകത്തിന്റെ പല കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും മാത്രം ശിഷ്യന്മാര് പത്രോസ് ഒക്കെ പറയുന്നത്, ഞാൻ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും മാത്രം ഇട്ടിരിക്കുന്നു പറയാനുള്ള കാരണം അതാണ്. നമ്മൾ അനേകമായ ഉപജീവന ചിന്തകളാൽ വലഞ്ഞു പോകുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ലോകത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി കൺസേൺഡ് ആകുമ്പോൾ നമുക്ക് പരിജ്ഞാനത്തിലേക്കുള്ള ആ ഒരു യാത്ര നമുക്ക് പ്രയാസമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ശുശ്രൂഷകർ പ്രത്യേകിച്ചും പരിജ്ഞാനം പഠിപ്പിക്കാൻ കുറെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരർത്ഥത്തിൽ പറഞ്ഞ പരിജ്ഞാനം ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. പരിജ്ഞാനം എന്ന് പറയുന്നൊരു ജീവിതത്തിലെ ഒരു കാര്യം, അത് നമുക്ക് ഒരിക്കലും പഠിപ്പിക്കാൻ കഴിയത്തില്ല. അത് നമുക്ക് അതല്ലാതെ ജീവിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, 2 ടീച്ചേഴ്സാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാർക്ക് ഒരിക്കലും നമ്മളെ പരിജ്ഞാനം പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോസ്തലന്മാർ ഇപ്പോഴും പഠിപ്പിക്കുന്ന അടിസ്ഥാനങ്ങളാണ്. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും അപ്പോസ്തലന്മാർക്ക് നമ്മളെ പരിജ്ഞാനം പഠിപ്പിക്കാൻ പറ്റില്ല. അവര് പരിജ്ഞാനത്തിൽ ജീവിക്കുന്ന എക്സാമ്പിൾ കാണിക്കാൻ മാത്രമേ കഴിയൂ. കാരണം ഓരോരുത്തർക്കും ആ വിളി വ്യത്യാസമാണ്. ഇപ്പൊ ദൈവം എന്നെ വിളിക്കുന്ന ആ ഒരു ഇടുക്ക് വഴി പോലെ അതേപോലെ ആയിരിക്കില്ല വേറൊരാൾ ആ ഇടുക്ക് വഴി അനുഭവിക്കുന്നത്. ഒരു ഇടുക്ക് വഴി ഉള്ളത് കർത്താവാണെന്ന് നമുക്കറിയാം. പക്ഷെ ഓരോരുത്തർ അനുഭവിക്കുന്ന ആ ഒരു പരിജ്ഞാനത്തിന്റെ തലത്തിന് വ്യത്യാസമുണ്ട്. അത് ഒരാൾക്കും ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല, ആരെയും ഉപദേശിക്കാൻ കഴിയില്ല. അതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ഉപദേശിക്കണം. നിങ്ങളെ ആരാണ് ഇപ്പൊ ഉപദേശിക്കുന്നത്? നിങ്ങളെ ഉപദേശിക്കുന്നത് അപ്പോസ്തലന്മാരാണോ അതോ പരിശുദ്ധാത്മാവാണോ? ഞാൻ എൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഉപദേശിക്കുന്ന അപ്പോസ്തലന്മാരാണ്. കാരണം ഞാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് നിങ്ങളോട് പറയുന്നത്. വി ആർ റിസീവിങ് ദാറ്റ് അപ്പോസ്തലിക് ഡോക്ട്രിൻ. അത് അതേസമയത്ത് അതിനപ്പുറത്തൊരു ടീച്ചറുണ്ട്, ഹോളി സ്പിരിറ്റ്. ഈ ഹോളി സ്പിരിറ്റ് എന്താണ് പഠിപ്പിക്കുന്നത്? ഹോളി സ്പിരിറ്റ് പഠിപ്പിക്കുന്നത് പരിജ്ഞാനമാണ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വാട്ട് വുഡ് ജീസസ് ഡു, യേശു ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മിൽ വസിക്കുന്ന അനോയിന്റിങ് ആണ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത്. ആ അനോയിന്റിങ്, ആ അഭിഷേകമാണ് ഈ മച്യൂരിറ്റിയിലേക്ക് എത്തുന്നവർ. സ്പിരിച്വൽ മച്യൂരിറ്റിയിൽ എത്തുന്നവർ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നവരാണ്. ആത്മാവ് പഠിപ്പിക്കുന്നത് വിവേചിക്കാൻ പറ്റുന്നവർ, പ്രാണനിൽ നിന്നും ആത്മാവിൽ നിന്നുള്ള വിവേചിക്കാൻ പറ്റുന്നവർക്കാണ്, അത് മച്യൂരിറ്റി പ്രാപിച്ചവർക്കാണ് ഉപദേശിക്കാൻ കഴിയുള്ളൂ. ഉപദേശിക്കേണ്ടത് അവരാണ്. അപ്പോൾ അപ്പോസ്തോലിക ഉപദേശം മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനു മുകളിൽ ആത്മാവിന്റെ പഠിപ്പിക്കലുകൾ തിരിച്ചറിയുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ആത്മാവിന്റെ പഠിപ്പിക്കലുകൾ തിരിച്ചറിയണമെങ്കിൽ അപ്പോസ്തോലിക് ഫൗണ്ടേഷൻ വേണം. അതില്ലാതെ നമുക്ക് ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് ആത്മാവെന്ന് വിചാരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പ്രൊഫസി പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ദൈവാത്മാവ് പറഞ്ഞാൽ വെറുതെ എന്ന് പറയും. പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ദൈവാത്മാവ് അങ്ങനെ പറയുമോ എന്ന് നമ്മൾ ആലോചിക്കില്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് ഫൗണ്ടേഷൻ. ഫസ്റ്റ് യു നീഡ് ടു ഹാവ് ദാറ്റ് ഫൗണ്ടേഷൻ ആൻഡ് ദെൻ യു നീഡ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഇൻ വിസ്ഡം ആൻഡ് നോളജ്. അത് ഓരോ സമയത്തും നമുക്ക് വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അതേ കാര്യങ്ങളല്ല നിങ്ങൾ അനുഭവിക്കുന്നത്. കർത്താവ് അനുഭവിക്കാത്തൊന്നും നമ്മൾ ആരും അനുഭവിക്കുന്നു. പക്ഷെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ക്രൂശുകൾ വ്യത്യാസമാണ്. അവിടെ പ്രതികരിക്കേണ്ട വിധങ്ങൾ വ്യത്യാസമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട വിലകൾ വ്യത്യാസമാണ്. ഇതൊന്നും ആരെയും ഉപദേശിക്കാൻ കഴിയില്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നിങ്ങളോട് പറയുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു ആർ, വാട്ട് യു ആർ ഡൂയിങ്, വാട്ട്സ് യുവർ കോൾ. അത് എനിക്കൊരിക്കലും പഠിപ്പിക്കാൻ കഴിയും. ഞാൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളുടെ എന്താ പറയുന്നത്, ഞാനൊരിക്കൽ മണക്കാരയിൽ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, മണക്കാരിൽ റെഗുലറായിട്ട് പഠിപ്പിക്കാൻ അങ്ങനെ പോകുന്നില്ലല്ലോ, ഒരു ഒരു എന്താ പറയുക സ്പിരിച്വൽ എംഫസിസ് അല്ലെങ്കിൽ എന്താ ഫാസ്റ്റിംഗ് ഡേ എന്ന്. ഞാൻ പ്രസംഗിച്ചോട്ട് ഒരാളെന്നോട് ചോദിച്ചു, നമ്മൾ സുവിശേഷ വിലക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തിട്ട് ഇറങ്ങണോ ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാരണവശാലും വേണ്ട എന്ന് മാത്രമല്ല, നീ ഒരിക്കൽ പോലും വിൽക്കരുത്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കൊടുത്താൽ
ദരിദ്രർക്ക് കൊടുത്തിട്ട് അനുഗമിക്കാൻ ഒരുപക്ഷെ എന്നോട് ദൈവം അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ വേറൊരാൾ അത് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇത് ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇത്രയും കൊടുത്തവനാണ്. അതൊരു ജഡത്തിലൊരു ഒരു പുകഴ്ചയായിട്ട് മാറും. കാരണം ആത്മാവല്ല ചെയ്യുന്ന പ്രവൃത്തി, ജഡമാണ് ചെയ്യുന്നത്. ജഡം ചെയ്യുന്നതിനകത്തല്ല ജഡത്തിന് പുകഴ്ച വേണം. പുകഴ്ചയില്ലാത്ത ഒരു കാര്യവും ജഡം ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതിഫലമില്ലാതെ ജഡത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചെയ്ത നന്മകളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക, കണക്കെടുത്ത് വെച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ജഡമാണ് ചെയ്യുന്നത്. ആ ജഡത്തിന് ആസക്തി എപ്പോഴും ജഡത്തോടാണ്. അതിനൊരു മഹത്വം ആഗ്രഹമുണ്ട്. നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും പണം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മഹത്വം 4 പേരത് അറിയണമെന്ന് ആഗ്രഹം. ജഡത്തിന്റെ സ്ഥിതി അതാണ്. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുന്ന വഴി ജഡത്തെ നശിപ്പിക്കുകയല്ല, ജഡത്തെ പരിപോഷിപ്പിക്കുകയാണ്. യു ആർ ഗെറ്റിംഗ് ആൻ അൺറിപ്പൻഡന്റ് ഫ്ലഷ്. അതാണ് ഈ സഹായം ചെയ്യുമ്പോൾ ആത്മാവിൻ്റെതായിരിക്കണം എന്ന് പറയാം. സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ജഡത്തിന് അതിനകത്ത് മഹത്വം എടുക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ജഡപ്രവൃത്തിയാണ്. കാരണം അത് നിങ്ങൾക്ക് മാനസാന്തരമുള്ളൊരു ഹൃദയമല്ല തരുന്നത്, നിങ്ങൾക്ക് നീതിയാൽ തടിച്ച മാനസാന്തരപ്പെടാൻ പറ്റാത്തൊരു ഹൃദയമാണ് തരുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഈ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. എന്തുകൊണ്ടല്ല? അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ബൈ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ എന്ത് വിട്ട് കളയണമെന്ന് ദൈവാത്മാവ് തീരുമാനിക്കും. പാപത്തിന്റെ കാര്യമല്ല. ദാറ്റ്സ് യൂണിവേഴ്സലി വി നോ ദാറ്റ് വി നീഡ് ടു റൺ അവേ ഫ്രം സിൻ. ഞാൻ പറയുന്ന അടിസ്ഥാന തലത്തെക്കുറിച്ചല്ല, പരിജ്ഞാനത്തിലുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അപ്പം ഈ അപ്പോസ്റ്റലിക് ടീച്ചിങ്ങിന് മുകളിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന പരിജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല ദൈവത്തിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വാട്ട് വി നീഡ് ടു ഡു, വാട്ട് വി നീഡ് ടു അബാൻഡൻ, ഹൗ ടു ബെയർ ദ ക്രോസ്. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓരോ സമയത്തും നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഞാൻ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. സോ അപ്പം നമുക്ക് ആ ഒരു പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ദൈവാത്മാവിന്റെ തുടർച്ചയായ വെളിപ്പെടുത്തലുകളാണ് ഒരാൾ മെച്യൂരിറ്റി പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവ്. അത് അപ്പോസ്തലിക ഉപദേശത്തിന് എതിരായിരിക്കില്ല. യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു വെളിപ്പാടും അപ്പോസ്തലിക ഉപദേശത്തിന് എതിരെ ആയിരിക്കില്ല. ആ പരിജ്ഞാനത്തോട് യോജിക്കുന്നതായിരിക്കും, ക്രിസ്തു വെളിപ്പെടുത്തിയ വഴിയോട് യോജിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാ? അത് ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ അത് വിവേചിക്കാൻ പറ്റണം. അപ്പൊ ആത്മാവിന്റെ ശബ്ദം കേട്ടു എന്ന് അവകാശപ്പെടുന്നവർ they have to justify it by the apostolic doctrine. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ലേഖനം 2-ാം അധ്യായം ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പറയുന്നത്, നിങ്ങൾ ആർക്കും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന്റെ അഭിഷേകം, യേശുക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, അഭിഷേകം തന്നെ നിങ്ങളെ പഠിപ്പിക്കും. സോ ദാറ്റ്സ് എ ലെവൽ ഓഫ് മെച്യൂരിറ്റി where you don't need a teacher any longer, and you are taught by the anointing that's in you, anointing of the Holy Spirit, anointing of Jesus Christ. ക്രിസ്തുവിന്റെ അഭിഷേകം, നമ്മൾ വസിക്കുന്ന ക്രിസ്തുവിന്റെ അഭിഷേകം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ആ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഫെലോഷിപ്പിൽ ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം RCCയിലെ ഒരു സർജനായിരുന്നു. അദ്ദേഹം അത് രാജിവെച്ചിട്ട് ഒറീസയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. വളരെ റിച്ച് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഹി ഹാഡ് എ റിച്ച് പാരന്റേജ്. അദ്ദേഹം അതെല്ലാം വിട്ടിട്ട് ജോലി വിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും കുഞ്ഞുമായിട്ട് ഒറീസയിലേക്ക് പോയി. അപ്പൊ വേറൊരു ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവ് പറഞ്ഞുകൊണ്ടാണ്, ദൈവം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചോദിച്ചു, ദൈവമാണ് പറഞ്ഞതെന്ന് എങ്ങനെ അറിയാം? പുള്ളി പറഞ്ഞു, 10,000 പേരുള്ള ഒരു ക്രൗഡിനിടയിൽ നിന്നുകൊണ്ട് അപ്പൻ ഒരു കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പിതാവിന്റെ ശബ്ദം എവിടെ വേണമെങ്കിലും നമുക്ക് തിരിച്ചറിയാം. എത്ര വലിയ ക്രൗഡാണെങ്കിലും പിതാവിന്റെ ശബ്ദം തിരിച്ചറിയാൻ മക്കൾക്ക് പറ്റൂല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഹി ന്യൂ ഫോർ സർട്ടൻ വാട്ട് ദ ഫാദർ വാസ് സേയിങ്.
അപ്പോൾ അത് വിടാൻ വേറെ ആരുടെ പ്രസംഗിക്കാൻ പറ്റും? നിങ്ങൾ വിട്ടിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവരോട് വിടാൻ പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇത് ബൈബിളിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. സോ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മളെ നടത്തുന്നതും നമ്മളെ ഉപദേശിക്കുന്നതും നമ്മളെ വഴി നടത്തുന്നതും എല്ലാം ദൈവത്തിന്റെ ആത്മാവായിരിക്കും. അപ്പൊ അദ്ദേഹം ഇത് വിട്ടുപോയതിനകത്ത് അപ്പോസ്തലിക ഉപദേശത്തിന് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പൗലോസും എല്ലാം ഉപേക്ഷിച്ച് പോയ ആളാണ്. സോ ഇറ്റ് ഫിറ്റ്സ് ദ അപ്പോസ്തലിക് ഡോക്ട്രിൻ. ഓക്കെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് പലതും ഈ ലോകത്തെക്കുറിച്ചുള്ള പ്രോമിസസിലേക്ക് വഴുതുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസ്തലിക് ഡോക്ട്രിനായിട്ട് എഗ്രി ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദോസ് പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ദാറ്റ് മെച്യൂരിറ്റി. ആ മെച്യൂരിറ്റി ഇല്ലാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവർ ആത്മാവിന്റെ ശബ്ദം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് ദേ കനോട്ട് ടീച്ച് അൺലെസ് ദേ ആർ ഷുവർ അബൌട്ട് their call. Means what the Lord has given them. അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആത്മാവിന്റെ ശബ്ദങ്ങളെ വിവേചിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ശരിക്കും വിശ്വാസത്തിന്റെ സ്ഥിരത ഫലം പുറപ്പെടുവിക്കുകയും ജ്ഞാനം കുറവാണെങ്കിൽ, അതായത് ഒരു മനുഷ്യന് ഈ പരിജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ ഈ പരിജ്ഞാനം, നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ നമുക്ക് എന്താണോ വേണ്ടത് ആ പരിജ്ഞാനത്തെ നമുക്ക് ധാരാളമായിട്ട് നൽകുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ആൻഡ് ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗൈഡ് ആൻഡ് ഹി വിൽ നെവർ ബി ഫാർ ഫ്രം us and he will always be with us and we will never miss his voice. Once you understand how the Holy Spirit speaks, once you are thorough in the apostolic doctrine, you are founded on it, then it will be easier for you to listen to the Holy Spirit, the voice of the Holy Spirit. And once you start hearing it and you know what life means, what Christ means to you, and how Christ becomes your substitute in our daily life. It's no longer I, but Christ. That means Christ is becoming your substitute. By the Spirit, when the Spirit is indwelling in us and we hear the voice of the Spirit and we discern the voice of the Spirit from the voices of our flesh. And that is a level of maturity that comes to us when we are solidly founded on the apostolic doctrine. അപ്പോസ്തലിക ഉപദേശത്തിന്മേൽ അടിസ്ഥാനം ഉറപ്പിക്കപ്പെട്ടവർക്ക് ആണ് പരിജ്ഞാനത്തിന്റെ വചനം ലഭിക്കുന്നത്. ആർക്കെങ്കിലും ഇത് കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ you need to pray to the Lord so that you will be getting a supply, continuous supply of the inputs of the Holy Spirit. അത് ആത്മീയ ജീവിതത്തിലെ അത് ആത്മീയ ജീവിതത്തിന്റെ ഒരു ശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. We continuously, it dawns on us, it's revealed to us how Jesus would have walked in that same situation, what Jesus would have spoken or how he would have behaved, okay, what he would have preached. ഇത് നമുക്ക് ആ സമയത്ത് കണ്ടിന്യൂസ് റെവലേഷൻ ആയിട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ശരിക്കും പരിജ്ഞാനം എന്ന് പറയുന്നത്. നോയിങ് വാട്ട് ജീസസ് വുഡ് ഹാവ് ഡൺ ഇൻ എ സിമിലർ കോണ്ടെക്സ്റ്റ്, ഇൻ എ സിമിലർ അറ്റ്മോസ്ഫിയർ ഓർ സർക്കംസ്റ്റാൻസ്. ഇപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രൊഫസീസ് എന്ന് വരുന്ന പ്രൊഫസി എല്ലാം ലോകത്തിലേക്കുള്ളതാണ്. ലോകത്തിലേക്കുള്ളത് നമ്മൾ ഈ ചോദ്യം ചോദിക്കും, would Christ prophesy like that? Would Christ ever entice you with worldly things? Would Christ ever promise you a glory that will not last? That's temporary. Will God send a prophet in the new covenant to speak about a glory that will not stand the test of time? നമുക്ക് മനസ്സിലാവുന്നില്ല ഒറ്റയടിക്ക്. അങ്ങനെ ദൈവം നമ്മുടെ ഈ ലോകത്തിന്റെ ഒരു പ്രഭാവം കാണിച്ച് മയക്കുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും അത് ചെയ്യുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും നമ്മളെ ബോധ്യം വരുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പ്രഭുവായിട്ട് കാണുന്നുണ്ടല്ലോ, അധികാരമുള്ളവനായിട്ടും ധനമുള്ളവനായിട്ടും കാണുന്നുണ്ടല്ലോ, നിങ്ങളെ മോഹിപ്പിക്കുന്ന ഒരു ലോക തേജസ് ഉണ്ടല്ലോ. The Holy Spirit continuously tells you that glory is judged. ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന മിനിസ്ട്രിയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. എന്ത് പാപത്തെക്കുറിച്ചാണ്? അതിന് താഴെ അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട്, ദാറ്റ് മീൻസ് അൺബിലീഫ്. പാപത്തെക്കുറിച്ചും. അടുത്തത്, ഞാനിനി പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും. ദാറ്റ് മീൻസ് വാട്ട് ജീസസ് വുഡ് ഹാവ് ഡൺ. You cannot see him anymore because he's not with you, he's the Father. So what is righteousness? You cannot look at Jesus and learn. So Holy Spirit will reveal to you, if Jesus were with you, how we would have done, what we would have done. So that's righteousness.
Why the Holy Spirit has to come and reveal to you the godly righteousness? Because Jesus is no longer with you. And if Jesus were with you, you would have to just look at him and find out what righteousness was. Now Jesus is going back to heaven to be with his Father, and you no longer can see him. And then the Holy Spirit has to come and teach you what Jesus would have done and what constitutes heavenly righteousness. And thirdly, judgment. Judgment, why? Because the Lord of this earth or the world has been judged. That's why the Holy Spirit continuously speaks about judgment. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്താണ് സംസാരിക്കുന്നത്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. അപ്പൊ നമ്മളുടെ ആത്മാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളൊരു ഗ്ലോറി കാണുന്നുണ്ടല്ലോ, അത് വിധിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രഭുത്വത്തെ കാണുന്നുണ്ടല്ലോ, പണം ഉണ്ടാക്കുന്ന മായ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതെല്ലാം താൽക്കാലികമാണ്, വിധിക്കപ്പെട്ടതാണ്. cannot stand the test of time. ഇത് ദൈവത്തിന്റെ ആത്മാവ് പറയാതെ. അപ്പോഴാണ് ഒരു പ്രോഫറ്റ് വന്നിട്ട് പറയുന്നത്, നോക്കുമോനെ എന്താ മഹത്വമുള്ള രാജ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നു, മോനെ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ലോകത്തിലെ ഭയങ്കര സമ്പത്തിന്. So Holy Spirit will tell you inside you, because if you are taught by the anointing of Christ, anointing of the Holy Spirit will teach inside you that this world is judged. Don't be enticed by the worldly prophecies. ഇത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമുക്ക് വിവേചിക്കാൻ കഴിയും. ബ്രദറെ, ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശവപ്പെട്ടി കണ്ടായിരുന്നു. ബ്രദറിന്റെ മറുപടി, കർത്താവിന്റെ അടുത്തേക്ക് പോകുന്ന കാര്യമല്ലേ പറഞ്ഞത്? പ്രൊഫസിയുടെ കാറ്റ് പോയി. പ്രൊഫസിയുടെ കാറ്റ് പോയി. Who will scare you with the option of death? Is a New Testament believer afraid of death? I know many of us are afraid of death, but are we supposed to be afraid of death? Will a prophet come and scare you into death? Scare you, by inciting death? ഒരിക്കലുമില്ല. But he can warn you about death so that you prepare and be bold. But he will never come. ഇത് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞു പോകും കേട്ടോ. എന്തൊഴിഞ്ഞു പോകുന്നു? ഈ ലോകത്ത് നിത്യം ജീവിക്കുന്നു. What did he mean? അഗബോസ് പ്രൊഫസൈ ചെയ്തപ്പം പൗലോസ് എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായില്ല. That was a response. Because he was taught by the anointing of Christ. He knew even if he died, nothing would happen. That's what. അതാണ് അനോയിന്റിങ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അനോയിന്റിങ് പഠിപ്പിക്കുന്നിടത്ത് പ്രോഫസി ചിലവാകത്തില്ല. Because Holy Spirit teaches them something different. But the prophecies that we see nowadays around us, they show us something different, something else that the apostles never showed us. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാൻ കാരണം, ഈ ജ്ഞാനം എന്ന് പറയുന്ന കുറവ് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ ആത്മാവിന്റെ പഠിപ്പിക്കലിന്റെ തലത്തിലേക്ക് നോക്കും. അത് വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിന്നാണ് അത് വരുന്നത്. വിശ്വാസം സ്ഥിരമായി നമ്മളിൽ വരുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചില കാര്യങ്ങളിൽ ഈ സുബോധമില്ലാത്തവരെ നിങ്ങൾ വെറുതെ ഫൽസിക്കരുത്. ജ്ഞാനം ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്നതാണ്. ദൈവം അത് ചോദിച്ചാൽ പിന്നെയും കൊടുക്കും. ഇപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന വിശ്വാസികളുണ്ട്, പോകാത്തവരുമുണ്ട്. പോകുന്ന പോകാത്ത വിശ്വാസികളൊന്നും കേട്ടെ അവൻ അത്ര വിശ്വാസിയൊന്നുമല്ല, അവനെ ഈ നിസ്സാര കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാണത്. അത് ഭത്സിക്കേണ്ട കാര്യമല്ല. അത് അവന് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം അതാണ്. ഏതായാലും വേദപുസ്തകത്തിൽ അപ്പോസ്തലിക ഉപദേശങ്ങളിലൊന്നും ഹോസ്പിറ്റലിൽ പോരുന്നില്ലല്ലോ. ഉണ്ടോ? എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അപ്പോസ്തലിക ഉപദേശങ്ങളിൽ നിങ്ങൾ രോഗം വന്നാലും ആശുപത്രിയിൽ പോകരുത്, അത് വിശ്വാസത്തിനെതിരാണ്. റോമാലേഖനം 17-ാം അധ്യായം 5-ാം വാക്യം. ഇങ്ങനെ ഉണ്ടോ? 17-ാം അധ്യായം പോലും ഇല്ല. ബൈബിളിൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ല. അപ്പൊ ഒരാൾ പറയാണ്, ആത്മാവ് എന്നോട് പറഞ്ഞു പോകണ്ട. ഓക്കെ, ഫൈൻ, ഡോണ്ട് ടീച്ച് അതേഴ്സ്. അപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ബൈബിളിൽ വേണം. അല്ലെങ്കിൽ അത് അവനവൻ ആപ്ലിക്കബിൾ ആണ്, വേറൊരാളോടും പഠിപ്പിക്കാൻ പറ്റും. സന്തോഷം. സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ
പഠിപ്പിക്കലുകൾ, ആത്മാവിന്റെ പഠിപ്പിക്കലുകൾ. അപ്പൊ ആത്മാവ് എല്ലാവരും പറയും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോരുത്. എനിക്ക് തോന്നുന്നില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞില്ലേ, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പൊ വൈദ്യനുണ്ടല്ലോ. തന്നെയുമല്ല അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് മരുന്ന് വേണ്ട. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കർത്താവെ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഈ മരുന്നും വിളിച്ചുകൊണ്ട് ഓടിയിരിക്കുന്നത്? ഇത്തിരിയുടെ കഴിഞ്ഞോട്ടെ, ഒരു മാസമോടെ കഴിഞ്ഞ് വരാം, ഞാൻ അതിനു വേണ്ടി മരുന്നെടുക്കട്ടെ എന്ന് പറയേണ്ട കാര്യം സത്യത്തിലുണ്ടോ? ഇല്ല. ദൈവം വിളിച്ചാൽ പോകാം, നമ്മൾ റെഡിയാകണമല്ലോ. ഓക്കെ. പക്ഷേ രോഗം വരുമ്പോൾ വൈദ്യനെ കണ്ടാൽ കുഴപ്പമില്ല. കാരണം ദൈവം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തന്നെ അത് അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ആത്മാവ് നമ്മെ കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നത്. പന്ത്രണ്ടാഴ്ച എനിക്ക് തോന്നിയിട്ടുണ്ട്, when God calls Chase back home, Chase is saying, let me go to super specialty hospital, I want 5 more days. ആവശ്യമില്ല. എന്നാ പോയാൽ പാവമാണോ? ഒരു പാവവും ഇല്ല. Go and be comfortable, come back. If it is God's will for you to survive, okay, fine. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയുന്നുണ്ടോ? വിശ്വസിക്കുന്നല്ല, വേറൊന്നും പറയുന്നില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് പരിജ്ഞാനത്തിൽ നടത്തേണ്ടത്. പുതിയ നിയമത്തിലെ എല്ലാ ഉപദേശങ്ങളും ആത്മാവ് തരേണ്ടത്. ഞാനൊരു ചർച്ചില് പോയി 3 ദിവസം പ്രസംഗിച്ചിട്ട് പോന്നപ്പോൾ അടുത്ത പാസ്റ്റർ എന്നോട് ചോദിച്ചതാണ്, പാസ്റ്ററെ എനിക്ക് കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇതുവരെ പാസ്റ്റർ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, വിശ്വസിക്ക്. ദൈവത്തിന്റെ ആത്മാവ് നടത്താതെ നമുക്ക് ഒരിക്കലും ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റില്ല. പരിജ്ഞാനത്തിന്റെ തലത്തിലാണ് പുതിയ നിയമ ജീവിതം നയിക്കുന്നത്. അത് ബാല്യകാലം നമ്മൾ പിന്നിട്ട് യൗവനകാലത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ആത്മാവിന്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുന്ന മെച്യൂരിറ്റിയിലോട്ട് എത്തണം. ആ ആത്മാവ് പറയാം എന്താ ചെയ്യേണ്ടത്. നമ്മൾ ആത്മാവിന്റെ വഴിയാണ്, ക്രിസ്തുവിന്റെ വഴിയാണ് അപ്പോസ്തലന്മാർ ഒരുക്കുന്ന ഫൗണ്ടേഷൻ. വി ആർ ലേയിങ് എ ഫൗണ്ടേഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ യു, so that you can consistently look to your teacher, Holy Spirit, teach you how to conduct yourself in the light of his life. അപ്പോൾ ഓരോ കാര്യവും ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്ത് പ്രസംഗിക്കണം, അത് പരിജ്ഞാനത്തിൽ നിന്ന് എനിക്ക് വരണം. ലൈക്ക് ദാറ്റ് വി ഓൾ നീഡ് ടു ഹാവ് ദാറ്റ് പരിജ്ഞാനം ടു ലീഡ് എ കറക്റ്റ് ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ കേസ് പറഞ്ഞെന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ഫ്രം ദ ബൈബിൾ. അപ്പോസ്റ്റലിക് തിങ്സ്, ഇപ്പൊ ചർച്ചിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അതൊക്കെ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞത് മോറൽ ലിവിങ് ഓർ ഹോളി ലിവിങ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സന്ദർഭത്തിലും ആത്മാവിന്റെ വെളിപ്പെടുത്തലനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ആത്മാവിന്റെ വെളിപ്പെടുത്തൽ എപ്പോഴും നമ്മൾ ഇടുക്ക് വഴിയിലേക്കും ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളിലേക്കും അവന്റെ ചിന്തകളിലേക്കും മാത്രമേ നമ്മളെ നയിക്കൂ. That's why we first need to have first need to be founded on the apostolic doctrine. Okay. അപ്പോൾ ലോകത്തിലേക്കും വചനത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നവരുണ്ട്. രാവിലെ 7 മണി തൊട്ട് 7:30 വരെ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് കർത്താവേ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ വൈബ്രേഷൻ മുഴുവൻ. അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ഇരുമനസ്സല്ലേ, ഇരുമനസ്സാണ്. ഇത് ഒരിക്കലും ഒരു ജ്ഞാനം പ്രാപിക്കുന്നില്ല. കാരണം എന്താ, ഇത് ജീവിക്കാൻ വേണ്ടത് എന്താണ്? ബുദ്ധിയാണ്. ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നത്, ലോകത്തിന്റെ പ്രാഗൽഭ്യം അനുസരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കാൻ മാത്രം നേരെ ഇരുന്ന് കർത്താവേ എനിക്ക് ജ്ഞാനം കുറവാണ് എന്നെ സഹായിക്കുന്നത്, ഇരുമനസ്സായതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. ആ ഇരുമനസ് പൊളിയണമെങ്കിൽ നമ്മൾ ലോകത്തിൽ നിന്ന് കർത്താവിലേക്ക് തിരിയണം. അതിനർത്ഥം നിങ്ങൾ അധ്വാനിക്കരുതെന്നല്ല, അതിനർത്ഥം നിങ്ങൾക്ക് പണം ഉണ്ടാകരുതെന്നല്ല. പക്ഷെ ഇതെല്ലാം ദൈവം വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് എടുത്തു മാറ്റാൻ നിങ്ങൾ ദൈവത്തിന് അനുവാദം കൊടുക്കണം. മീൻസ് പേടിക്കണ്ട, ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലേക്ക് വന്നിട്ട് കർത്താവെ the only one thing I want is you. I don't want anything other than you എന്ന ഫോക്കസിലേക്ക് വരുമ്പോൾ we get that ജ്ഞാനം. ഇരു മനസ്സുള്ളവർക്ക് അതൊരിക്കലും ലഭിക്കും. നമ്മൾ വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കൂടുതൽ ന്യൂ ജനറേഷൻ ഭയങ്കര ഭക്തരാണ്. ഈ ന്യൂ ജനറേഷൻ ചർച്ചിലെ ആൾക്കാർ ഭയങ്കര പാഷനേറ്റ്ലി ഭക്തരാണ്. ഭയങ്കര പേടിയാ അവർക്ക്, കർത്താവിനെ പേടിയാ. അതിനേക്കാളും പേടിയാണ് കർത്താവിന്റെ ദാസന്മാരെ. കർത്താവിന് അത്രയും പേടിയില്ല, പക്ഷെ കർത്താവിന്റെ ദാസന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ശക്തിയുമാണ്. ഓക്കെ, പക്ഷെ ഈ പരിജ്ഞാനം ഒരിക്കലും കിട്ടാത്തതിന്റെ കാരണം ഈ ഈ ഇടയിൽ നിൽക്കുന്ന അഭിഷിക്തന്മാരെന്ന് വിളിക്കുന്ന ആ കൂട്ടം ഇവരെ പഠിപ്പിക്കുന്ന സ്പിരിച്വാലിറ്റി തന്നെ ഇരുമനസ്സുള്ളതാണ്. അതുകൊണ്ട് ഒരു വകയും അവർക്ക് ലഭിക്കുകയില്ല. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കടൽത്തീര പോലെയാണ്, ചിലപ്പം വീശി വരും, ചിലപ്പം അടങ്ങിക്കിടക്കും, ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇരു മനസ്സുള്ളവൻ കർത്താവിൽ നിന്ന് വല്ലതും നിരൂപിക്കുമെന്ന് വിചാരിക്കരുത്. 7-ാം വാക്യം, ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. He doesn't know what he wants. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ കൊഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. അപ്പം ധനവാൻ എന്ത് വിചാരിക്കണം, എളിയ സഹോദരൻ എന്ത് വിചാരിക്കണം? ഈ വിശ്വാസത്തിന്റെ സ്ഥിരത അപ്പം ധനവാൻ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വത്തുക്കൾ അറ്റാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനവാനോട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാവരും അങ്ങനെ കൊടുത്തിട്ടില്ല. ചില ധനവാന്മാർ അപ്പോഴെവിടെ ഉണ്ട്? സഭയിലുണ്ട്. പാവപ്പെട്ടവരും ധനവാന്മാരും ഒരേ സമയത്ത് സഭയിലുണ്ട്. പക്ഷേ അവരുടെ മനസ്സ് എങ്ങനെ ഇരിക്കണം? പാവപ്പെട്ടവന്റെ മനസ്സ് ധനവാനെ നോക്കിയിട്ട് അവനെയൊക്കെ ദൈവം എന്തുമാത്രം അനുഗ്രഹിച്ചു, എനിക്ക് എന്താ അതിൻ്റെ ഒരു 10-ലൊന്ന് അനുഗ്രഹം പോലും കിട്ടാത്തെന്ന് വിചാരിക്കില്ല. ദരിദ്രൻ പറയണം, കർത്താവേ, ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരു സമ്പത്തിനാൽ നീ എനിക്ക് തന്ന ഉയർച്ചയ്ക്കായിട്ട് സ്തോത്രം. കാരണം അവന്റെ കണ്ണ് എവിടെയാണ്? സ്വർഗത്തിലാണ്, തേജസ്സിലേക്കാണ്. അവൻ പറയാണ്, ഞാൻ കുറവുള്ളവനല്ല. കാരണം ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ്, ലെറ്റ് ദ പുവർ സേ ഐ ആം റിച്ച്, ബിക്കോസ് ഓഫ് വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ഫോർ us. ഇതാണ് ദരിദ്രൻ പറയേണ്ടത്. ദരിദ്രൻ സമ്പത്തിനെ നോക്കി അസൂയപ്പെടുകയോ കൊതിക്കുകയോ ചെയ്തത്. അതുപോലെ സമ്പത്തുള്ളവൻ ഈ തന്ന സമ്പത്തിനായി സ്തോത്രം എന്ന് പറയണ്ട. വലിയ കാര്യമൊന്നുമല്ല. ഓ, നന്ദി പറയേണ്ടെന്നാണോ പാസ്റ്ററെ പറയുന്നത്? വേണ്ടെന്നേ, എന്തിനാ അതിനൊക്കെ? അന്നന്ന് ഉടുപ്പാനുള്ളത് മതിയല്ലോ, പോരെ? നിങ്ങൾക്ക് അതിൽ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. പക്ഷെ നിങ്ങളുടെ ആത്മീയത അതല്ല. നിങ്ങൾ സ്തോത്രം പറയേണ്ടത് എന്തിനാണ്? എന്തിനാ പ്രശംസിക്കേണ്ടത്? അയ്യോ, ഇതെല്ലാം നശിച്ചു പോകുന്ന കാര്യമാണല്ലോ, ഞാൻ വലിയ ആളൊന്നും അല്ലല്ലോ. എളിമയോടെ ആ എളിമയിൽ പ്രശംസിക്കാം. അപ്പൊ നമ്മൾ എന്തിനോർത്താ നന്ദി പറയുന്നത്? ഈ സമ്പത്തിനോർത്താണോ നന്ദി പറയേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനോട് പറഞ്ഞ, അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഭയിൽ ഒരാൾ പറഞ്ഞു, എയറോപ്ലെയിനിൽ പോയിട്ട് വന്നപ്പോൾ നല്ല സീറ്റ് കിട്ടി, ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞ എയറോപ്ലെയിനിൽ നല്ല സീറ്റ് കിട്ടുന്നതാണെന്നാണ് പാസ്റ്ററിനോട് ചോദിക്കുന്നത്. കൃപ is something much more than getting a good seat in an aeroplane. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്ന സമ്പത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾക്ക് ശരിക്കും മനസ്സിലായതിന് ഏറ്റവും സന്തോഷം എന്തിനോടാ? എനിക്ക് പറ്റുന്നില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ, പൈസ വരുമ്പോൾ പൈസ കിട്ടിയതിനായിട്ട് സ്തോത്രം വരുമ്പോൾ നമുക്ക് പൈസയോട് ഭയങ്കര സ്നേഹമൊന്നുമില്ല എന്നർത്ഥം അല്ലേ? അപ്പോൾ നിങ്ങളൊരു പക്ഷെ ഇതുവരെ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഈ പാസ്റ്റർമാരാരെങ്കിലും വന്ന് ഈ സമ്പത്ത് കിട്ടിയത് നന്ദി പറയണ്ടെന്ന് പറയാം. ഞാനിത് പറയാനുള്ള കാരണം, ആ നന്ദി പറച്ചിലൊക്കെ നിർത്തിയാൽ തന്നെ നമ്മുടെ കുറെ ലോക സ്നേഹം അങ്ങ് പൊക്കോളും. അത് വലിയ അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന അങ്ങ് പോയിട്ട് ഇത് പുല്ലിലെ പൂ പോലെ വാടുന്നതാണല്ലോ കർത്താവെ എന്ന ഒരു കണ്ടംനേഷൻ എന്നോട്. ഞാൻ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ വരുന്നതിന് ഒരു മാസം മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നോക്കിയപ്പം മിനിസ്ട്രി വല്ലാതെ അങ്ങ് വളരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഒന്നുമില്ല. ചിലപ്പോൾ ഞങ്ങളുടെ ചർച്ച ഒരെണ്ണം സാറിനൊക്കെ ഉണ്ട്, അതൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. എൻ്റെതായ ഒരു പരിപാടിയും ഇല്ല. ഫേസ്ബുക്ക് വഴിയോ അങ്ങനെ ഒരു വഴിയിലും ഒരു പ്രൊമോഷൻ ഇല്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു സന്തോഷം, ദൈവത്തിന്റെ ഒരു ഹിതം എന്ന് ഞാൻ വിചാരിച്ചു. ഈ വചനം എത്തിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അപ്പം ഇപ്പൊ ഇത് ഈ പ്രസംഗമായാലും അത് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ പ്രസംഗിച്ചിട്ട് എൻ്റെ വഴിക്ക് പോവുക. ഇത് യൂട്യൂബിൽ പോകുമോ, ഫേസ്ബുക്കിൽ പോകുമോ, ഇതാരെങ്കിലും കാണുമോ, റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമോ, ആൾക്കാർ എന്ത് വിചാരിക്കുമോ, ഇതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ആലോചിച്ചു, കർത്താവ് ഇത്രയും ശുശ്രൂഷ എനിക്ക് നീ തന്നല്ലോ, എന്നെ പോലൊരു പാപിയായ മനുഷ്യന്.
ബലഹീനനായ ഒരു മനുഷ്യൻ ഇത്രയും ശുശ്രൂഷ നീ ഏൽപ്പിച്ചു, നിന്റെ കൃപയ്ക്കാൽ സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, വേണ്ട ആ പരിപാടി, ഈ ശുശ്രൂഷയെ നീ ഒരു വിഗ്രഹമാക്കണ്ട, ഇതല്ല ഞാൻ നിനക്ക് തന്ന യഥാർത്ഥ അനുഗ്രഹം. നീ ഒരു കട്ടിൽ ചുരുണ്ട് കിടന്നാലും നിന്നിലുള്ളത് എൻ്റെ ജീവനാണ്, അതിനാണ് ഞാൻ വില കൊടുത്തത്. ഞാൻ വില കൊടുത്തത് നിനക്കൊരു ശുശ്രൂഷ തരാൻ വേണ്ടിയല്ല, നിനക്ക് എൻ്റെ ജീവനെ തരാൻ വേണ്ടിയാണ്. ഒരു പുൽപ്പിറ്റിന്റെ പുറകിലായാലും വെളിയിലായാലും നിന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ളതിലാണ് നീ പ്രശംസിക്കേണ്ടത്. നീ ഒന്നും അല്ല എന്നുള്ളതാണ് നിന്റെ പ്രശംസ. ബലഹീനത എന്താണോ അതാണ് പ്രശംസ. കാരണം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. നമ്മുടെ പ്രശംസയും നമ്മുടെ സന്തോഷവും നമ്മൾ ഒന്നും അല്ലാത്തതാണ്. ഈ ലോകത്തിന്റെ മഹത്വം പുല്ലുപോലെ പോകുന്നതാണ് നമ്മുടെ പ്രശംസ. അതുകൊണ്ട് പറയുന്നത്, ധനമുണ്ടെന്ന് വിചാരിക്കുന്നവർ, എന്ത് ധനമായാലും, അതിപ്പോ സമ്പത്തായാലും അംഗീകാരമായാലും ലോകത്തിലെ ഏത് കാര്യമായാലും, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പുല്ലിലെ പൂ പോലെയുള്ളതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നുണ്ടാകുന്ന ഒരു എളിമ, ആ എളിമയിൽ പ്രശംസിക്കട്ടെ. ആ എളിമ നമുക്കൊരു പ്രശംസയ്ക്ക് കാരണമായി മാറട്ടെ. ഓക്കെ, അപ്പോൾ സമ്പത്ത് എന്നതിനായി സ്തോത്രം, കർത്താവ് ഇത്രത്തോളം, ഇതൊക്കെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കുണ്ടല്ലോ, അതൊക്കെ വേറെ രീതിയിലാണ് ചെല്ലുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് നോസ് അവർ മോട്ടീവ്സ്. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ എന്താ ആഗ്രഹം എന്നറിയാമല്ലോ. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ആസക്തി എവിടെ കിടന്നതെന്ന് അറിയാം. അപ്പൊ അപ്പം തിന്ന് തൃപ്തരായതിനാണ് മുഴുവൻ നന്ദിയൊന്നും വൈബ്രേഷനൊന്നും ദൈവത്തിന് മനസ്സിലാവും ഒരു നിമിഷം കൊണ്ട് തന്നെ, അല്ലേ? നമ്മൾ പറയുന്നതിന് മുമ്പ് മനസ്സിലായി വൈബ്രേഷൻ മുഴുവൻ വരുന്ന അപ്പം തിന്നാൻ കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, സോ വി ബിക്കം വേൾഡ്ലി and justify our worldliness under the clock of spirituality. CLOAK clock. Okay, under the clock of spirituality. We pretend to be spiritual, thankful, ignoring the greatest gift of salvation. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച അവന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ മറന്നിട്ട് ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി താങ്ക്ഫുൾ ആയിരിക്കണം കേട്ടോ ദൈവം തരുന്നതെന്നൊക്കെ പറയുമ്പോൾ വി ആർ വെനറേറ്റിംഗ് സംതിങ് ദാറ്റ് വിൽ പെറിഷ്, venerating something that is part of common grace. ഓക്കെ, ഈ കോമൺ ഗ്രേസിന്റെ ഭാഗമാണ്, കോമൺ റെവലേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങളെ നമ്മൾ ആഘോഷിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അനുഭവിച്ചോ? പൗലോസ് പറഞ്ഞ പോലെ, അനന്യാസിനോട് സഭയോടും പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാധനമല്ലേ നിങ്ങളോട് ആരെങ്കിലും ബഹളം വെച്ച് ചോദിച്ചോ? ഇല്ലല്ലോ. ഒരു ഡിമാൻഡും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് കൊടുക്കണമെന്നോ എറിഞ്ഞു കളയണമെന്നോ ഒന്നും ദൈവം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആത്മാവല്ലേ, ആത്മാവ് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചെയ്യുമല്ലോ, അല്ലാതെ ഒരു കമാൻഡ്മെന്റ് അല്ല, അത് ആത്മാവ് നമ്മോട് പറയേണ്ട കാര്യമാണ്. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാര്യമല്ലേ, പക്ഷെ അതിൽ പുകഴരുത്. എൻ്റെ കയ്യിൽ ഇത്രയും ബാക്കിയുണ്ട്, ഇത്രയും തന്നതിനാ ഇതും പറഞ്ഞ് പുകഴരുത്. ഓക്കെ, ദൈവത്തിന്റെ ബ്ലെസ്സിങ് അതാണെന്നും വിചാരിക്കരുത്. അതെല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. There's nothing to glory in that. ഓക്കെ ഓക്കെ അപ്പോൾ എന്നാൽ എളിയ സഹോദരന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. അപ്പോ അവൻ പ്രശംസിക്കാൻ എന്തേ ഉള്ളൂ, അവന്റെ എളിമയാണ്. കാരണം ഇതെല്ലാം പുല്ലിന്റെ പൂ പോലെ പൊഴിഞ്ഞു പോകുന്നതാണ്. ഈ ഒരു മനോഭാവം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളോടും നമ്മുടെ ചുറ്റുമുള്ള സമ്പത്തിനോടും വേണം. ഓക്കെ, സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവ് തീർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു, അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. ഓക്കെ, അപ്പോൾ ഈ ധനവാൻ അവന്റെ പ്രയത്നങ്ങൾ മുഴുവൻ ധനമുണ്ടാക്കാനാണെങ്കിൽ, അപ്പം യാക്കോബിന്റെ ലേഖനം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ദ ബുക്ക് ഓഫ് റോമൻസ്. നമുക്കിത് നോക്കി ആലോചിച്ച്, ധനവാന്റെ പ്രയത്നങ്ങൾ പുല്ലിലെ പൂ പോലെ വാടിപ്പോകുന്നതാണ്. ഓക്കെ, ആകയാൽ ഇതിന്റെ രൂപഭംഗി സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവ് തീർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോലെ ധനവാനും. അതാണ് ഈ ധനവാൻ ദൈവത്തിൽ കിടക്കുന്ന പ്രയാസം എന്ന് കർത്താവ് പറയാനുള്ള ഒരു കാരണം. ഇരുമനസ്സാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ധനത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. അപ്പൊ നമ്മുടെ പ്രയത്നങ്ങൾ ഈ ലോകത്തിലേക്കുള്ളതാണെങ്കിൽ നമ്മൾ അതിൽ വാടിപ്പോകും. അടുത്ത വാക്യം പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. എനിക്ക് ഇത്രയും വാക്യങ്ങളാണ് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്. അടുത്ത പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാകുന്നവനെ തെളിഞ്ഞ ശേഷം കർത്താവ് അതിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ശരിക്കും ഒരു തെളിയലാണ് പരീക്ഷയിലൂടെ നടക്കുന്നത്. പരീക്ഷയിൽ നമ്മളെ എന്തിലേക്കാണോ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മളിൽ തെളിയിക്കപ്പെടുകയാണ്. സോ ടെസ്റ്റിംഗ് അവർ ഫെയ്ത്ത് ഈസ് ഓഫ്
ഇമ്മൻസ് വാല്യൂ. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, that examination itself is of great value. കാരണം എന്താ? ആ പരീക്ഷ നടക്കുമ്പോൾ അതിൽ തികഞ്ഞവനായി നമ്മൾ വിശ്വാസത്തിന്റെ സ്ഥിരത പ്രാപിക്കും. ഓരോ പരീക്ഷയും നമ്മൾ എഴുതി നമ്മൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളവർക്കറിയാം, ഒരു എച്ച് എടുത്താണ് ഈ കാറ് ഒക്കെ ഡ്രൈവിങ്ങിന്റെ ലൈസൻസ് എടുക്കുന്നത്. നിങ്ങൾ എത്ര പേര് കേരളത്തിൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് ഈ ഇൻസ്ട്രക്ടർ പല പ്രാവശ്യം ചെയ്യിപ്പിക്കും. പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് വരും. ഒത്തിരി പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് അത് കൃത്യമായിട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് സ്ഥിരമായിട്ട്. പിന്നെ പ്രാവശ്യമായില്ല നമുക്ക് എന്താ സൈഡിലോട്ട് തിരിക്കേണ്ടത് എപ്പോഴാ, വളയ്ക്കേണ്ടത് എപ്പോഴാ, എങ്ങനെയാണ് എന്താ കറക്റ്റ് പൊസിഷനിൽ വണ്ടി എത്തിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അത് പറഞ്ഞു തന്ന് പഠിക്കുന്നതല്ല. ഇപ്പൊ നിങ്ങളിങ്ങനെ പുസ്തകം കേട്ട് പഠിക്കുന്നവരെ പഠിക്കുന്നതല്ല. പിന്നെ എങ്ങനെയാ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ കൊണ്ട് വന്നിട്ട് പറയാണ് നിങ്ങൾ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കണം, വണ്ടിയെ കയറ്റുന്നില്ല, വെളിയിൽ നിന്ന് പറയാണ് സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കണം, ഇത്രയും വരുമ്പോൾ ഇങ്ങോട്ട് വളയ്ക്കണം, അങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കണം. ഓക്കെ ശരി, ഞാൻ പോവാണേ, ഓക്കെ ബൈ. ഞാൻ മനസ്സിലായി കേട്ടോ, ഇങ്ങോട്ട് തിരിക്കണം, അങ്ങോട്ട് കയറി ഇരിക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നു, ഒന്നും മനസ്സിലായില്ല എന്നുള്ള കാര്യം. നമ്മളത് തപാലിൽ നീന്തൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. സൈക്കിൾ കയറ്റം ഇപ്പോഴും എനിക്ക് സൈക്കിൾ കയറ്റാൻ അറിയില്ല. അത് ബൈക്ക് ഓടിക്കാൻ അറിയും. ബൈക്കിൽ ലോകത്ത് സൈക്കിൾ കയറാൻ എനിക്കറിയില്ല. സൈക്കിളിൽ കയറി ഇരിക്കും, കാലി ഓട്ടുമ്പോൾ ബാലൻസ് പോകും. കാലി ഓട്ടാതെ ഇത് പോകണം. അത് ബൈക്കിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസാണ്. നിങ്ങൾ പറയാം അത് പാസ്റ്ററെ സൈക്കിളിൽ ഇങ്ങനെ ഇരുന്ന ഇതൊക്കെ ചവിട്ടിയാൽ മതി. ആ ശരി, അതെനിക്കറിയാം. പക്ഷെ ഇതെങ്ങനെ വരും? ഇത് ഒന്ന് വീണും ഒന്ന് തോറ്റും ഒന്ന് മനസ്സിലാക്കി ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് വിശ്വാസത്തിന്റെ സ്ഥിരത നമുക്ക് ഉണ്ടാകുന്നത് വീണും എഴുന്നേറ്റുമുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ്. ആൻഡ് ദ ലോർഡ് അലൗസ് സച്ച് ടെസ്റ്റിംഗ്സ് ഇൻ അവർ ലൈഫ്. ആൻഡ് ത്രൂ ടെസ്റ്റിംഗ് അവർ ഫെയ്ത്ത് ഈസ് പ്രൂവൺ. And through testing, maybe it's very tough for us. Sometimes we may fall down, sometimes we may cry out, sometimes we may be agonized. പക്ഷെ അവിടെ എല്ലാം ഈ കഷ്ടതയുടെ നടുവിലും ആങ്സൈറ്റിയുടെ നടുവിലെല്ലാം നമ്മുടെ വിശ്വാസമാണ് പരിശോധിക്കപ്പെടുന്നത്. ഈ വിശ്വാസം നിത്യതയിലേക്കുള്ളതാണോ? ആർ യു ഹോൾഡിംഗ് ഓൺ ടു എ ഹെവൻലി പ്രോമിസ്? ഇപ്പൊ കോവിഡ് വന്നവരുടെ ലിസ്റ്റ് വെച്ച് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇത്രയും പേര് കോവിഡ്, നിങ്ങളുടെ ചർച്ചയിൽ തന്നെയാണ് ഇത്രയും പേര് കോവിഡ് ആയിരിക്കുന്നത്. ഓ മൈ ഗോഡ്. സോ ഐ ഫെൽറ്റ് റിയലി സാഡ് അബൌട്ട് ദാറ്റ്. പക്ഷെ ഒന്നാലോചിക്കേ, ഈ കോവിഡ് ഇത്രയും വ്യാപിച്ചു കഴിഞ്ഞപ്പം ശരിക്കും അത് വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നു. എത്ര പേരാണ് കോവിഡിൽ നിന്ന് വിടുവിച്ചതിനായി സ്തോത്രം എന്ന് പറയുന്നത് പോലെ? അങ്ങനെയൊക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തതിനായിട്ട് സ്തോത്രം. സ്വർഗത്തിൽ ഞങ്ങൾക്ക് മരിച്ചാലും ജീവിച്ചാലും ഇരിക്കുന്ന വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്നേക്കുന്നു. കാരണം ഈ ലോകം എത്ര നശ്വരമാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന ഒരു തട്ട് കൊടുത്തേക്കാൻ ദൈവം തീരുമാനിച്ചു. എന്ത് ചെയ്താലും തൂത്താ പോകാത്ത പോലത്തെ ഒരു സാധനത്തെ വിട്ടേക്കും. എന്താ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ദൈവത്തിന്റെ സഭയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ലോകം ഒരു വൈറസ് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. കർത്താവേ, നിത്യമായ രാജ്യത്തിലേക്ക് നോക്കാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. നാളെ ഞങ്ങൾ ആയിരിക്കാം 5 ലക്ഷം പേര് അമേരിക്കയിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, 5 ലക്ഷം പേര് നാളെ ഞാനായിരിക്കാം. അപ്പോൾ ദൈവത്തിന്റെ വചനം ഒരു വലിയ മുന്നറിയിപ്പ് തരികയാണ്, നശിച്ചു പോകുന്നതിലേക്ക് നോക്കരുതേ. നിങ്ങൾ ഉയരത്തിലുള്ള തേജസ്, നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചോ. ശരിയായത് എന്താണോ അതിനെ മുറുകെ പിടിച്ചോ. ഈ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഇത് മാറുമെന്ന് ചില ആൾക്കാർ പറയണ്ടേ, ഇങ്ങനെ പറയുന്നത്. ഈ കോവിഡ് അവരുടെ വിശ്വാസം എങ്ങനെ പരിശോധിച്ചെന്നറിയോ? അത് ഭയങ്കര രസമാണ്. വിശ്വാസിക്ക് കോവിഡ് വരില്ല. അവന്റെ വിശ്വാസം എന്താ? വിശ്വാസിക്ക് കോവിഡ് വരില്ല. വാക്സിനേഷൻ എടുത്താലും മാസ്ക് വെച്ചുകൊണ്ട് നടക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇത് തടയാൻ പറ്റില്ല. ഈ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് ലക്ഷണങ്ങൾ കുറച്ച് മരണത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇത് വേറൊരാൾക്ക് നമുക്ക് പകർത്തിക്കൊണ്ട് നടക്കാൻ പോലും. അതുപോലത്തെ ഒരു പുലിവാലി പിടിച്ച സാധനം ഇന്നേ വരെ എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സാധനം ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ടോ. അപ്പൊ ദിസ് ഈസ് ഹിയർ ആസ് വിത്ത് ഗോഡ്സ് പെർമിഷൻ. മനുഷ്യനെ ഡിസിപ്ലിൻ ചെയ്യാനും അവന്റെ വിശ്വാസത്തെ പരിശോധിക്കാനും ദൈവം കൊടുത്തുവിട്ട ഒരു ദൂതനായിട്ടാണ് ഈ കൊറോണ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത്. അത് നമ്മളെ ശരിക്കും മുട്ടുകുത്തിച്ചിട്ടുണ്ട്, ഈ സിവിലൈസേഷനെ മൊത്തം. എനിക്ക് 7 രാജ്യങ്ങളിലേക്കുള്ള
എന്താ കഴിഞ്ഞ നവംബർ വരെ, ഇൻക്ലൂഡിങ് ഇംഗ്ലണ്ട്, UK. I was supposed to be in UK for the first week of November 2020. Okay. Maybe 5 to 7 days. അപ്പോ ഇതെല്ലാം കർത്താവ് അതിനു മുമ്പ് എന്നോട് പറഞ്ഞു ഒരു മിനിസ്ട്രിയിലും ഗ്ലോറി ചെയ്യണ്ട. പക്ഷെ ഞാൻ വെൻ വി ആർ റിഫ്ലക്റ്റിംഗ് ഓൺ ദിസ്, ഐ അണ്ടർസ്റ്റാൻഡ് ദൈവം ശരിക്കും നമ്മളെല്ലാം മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് വചനം വെളിപ്പെടുത്തി തരുമായിരുന്നു. ശരി, അത് ദൈവത്തിന്റെ ഒരു ഭയങ്കര, അതായത് ഫെയ്ത്ത് പരിശോധിക്കപ്പെടുകയും ഉറപ്പിക്കപ്പെടുകയും ധൈര്യപ്പെടുത്തുകയും അവന്റെ സഭയെ പണിയുകയാണ് കർത്താവ് ഈ സമയത്ത് ചെയ്യുന്നത്. ഞങ്ങള് ലോക്ക്ഡൌൺ കഴിഞ്ഞ് സഭ തുറന്നു. ലോക്ക്ഡൌൺ ഇവിടെ ഇപ്പൊ ഇല്ല. ലോക്ക്ഡൌൺ കഴിഞ്ഞ് സഭ, ഞങ്ങളുടെ ചർച്ച് തുറന്നു. ചർച്ച് തുറന്നപ്പോഴ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, നിവൃത്തി ഉണ്ടെങ്കിൽ വരണ്ട. അങ്ങനെ ഇങ്ങനെ സഭയിൽ ഒരിടത്തും പറയാറില്ലല്ലേ, നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയും പറഞ്ഞു, നിവൃത്തി ഉണ്ടെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർ വരണം. അപ്പം നുറുക്കൽ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് മൂപ്പന്മാർ വരണം, അപ്പം നുറുക്കണം. പക്ഷെ ധൈര്യമില്ലെങ്കിൽ വേണ്ട. ഇനി നിവൃത്തി ഉണ്ടെങ്കിൽ സാമാന്യ ജനങ്ങൾ ആരും വരണ്ട. എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സൂമിൽ സംസാരിക്കാം. അതവിടെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി സൂമിൽ സ്തോത്രം ചെയ്യാം, സൂമിൽ പ്രാർത്ഥിക്കാം, സൂമിൽ സാക്ഷ്യം പറയാം, സൂമിൽ പ്രബോധനം പറയാനുള്ള എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നറിയോ, ഓരോ ദിവസവും സൺഡേയും പുതിയ പുതിയ ആൾക്കാരാണ്. കോവിഡ് കാലത്ത് ദൈവം ഒരുക്കിയെടുത്തവരാണ്. ഇത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഇന്നിപ്പോ 2 ഫാമിലീസ് കൂടി ഞങ്ങൾ അടുത്ത സൺഡേ തൊട്ട് വരും. എവിടെയാണ് സഭ? ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ദ ലോർഡ് ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. ഒരു സഭയിലും പോകാതെ വീട്ടിൽ they are thirsting for a fellowship. ഇപ്പൊ കർത്താവ് അവന്റെ പണി നല്ല ഒന്നാന്തരമായിട്ട് ഇതിനിടയിലൂടെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പം ചില ആളുകളെങ്കിലും ഫേസ്ബുക്കിലെ യൂട്യൂബിലെ സഭ കുറച്ചുകൂടെ നല്ലതെന്നും മനോഹരമെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ചിലപ്പോൾ ചില സഭകളിലൊന്നും ആളുകൾ ഉണ്ടായില്ലെന്നും വരും. കാരണം അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ പൈസ മുടക്കി, വണ്ടിക്കൂലി മുടക്കി ഒരു സ്ഥലത്ത് പോയി ട്രാഫിക്കിനകത്തും കിടന്ന് കഷ്ടപ്പെട്ട് അതേ പാസ്റ്ററുടെ പ്രസംഗം വീണ്ടും വീണ്ടും കേട്ട് അതേ കൊയറിന്റെ പാട്ട് പിന്നെയും പിന്നെയും കേട്ട് തനിയാവർത്തനം, യാക്കോബക്കാരുടെ കുർബാന പോലെ സെയിം പ്രസംഗം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി മാറുന്നതല്ലാതെ സെയിം ചടങ്ങുകൾ വീണ്ടും വീണ്ടും. ഇത് എനിക്കൊന്നും ചെയ്യാനുമില്ല. ഒരു വിശ്വാസി, ഒരു പെന്തക്കോസ്ത് സഭയിലെ വിശ്വാസി ഞായറാഴ്ച എഴുന്നേൽക്കുമ്പോൾ അവൻ ഒരു കാര്യം അറിയാം, അവിടെ കുറെ ആൾക്കാർ പ്രൊഫഷണൽസ് ഉണ്ട്, അവർ പാടിക്കോളും. പ്രൊഫഷണൽസ് ഉണ്ട്, അവർ പ്രസംഗിച്ചോളും. പ്രാർത്ഥിക്കാൻ വരെ സ്ഥിരം ആൾക്കാരുണ്ട്, അവർ പ്രാർത്ഥിച്ചോളും. സാക്ഷ്യം എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഏതെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ അതിപ്പോ ഇഷ്ടം പോലെ പ്രയർ ഗ്രൂപ്പുകളുണ്ട്. അഭിഷിക്തന്മാരാണെങ്കിൽ അഭിഷിക്തൻ വിതിൻ കോട്സ്, അഭിഷിക്തന്മാരാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരു ചർച്ചിലേക്ക് പോകുന്നത് എന്ന് ആളുകൾ ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും ശരിയല്ലേ? കാരണം ഒന്നാന്തരം കൊയർ പാടുന്ന പാട്ടുകൾ ഫേസ്ബുക്കിൽ, യൂട്യൂബ് ചർച്ചകളിൽ പല 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 താക്കർപ്പൻ പാസ്റ്റർമാർ മാറി മാറി അടിച്ച് ഡെസ്കൊക്കെ പൊട്ടിക്കുന്ന നേരം പ്രസംഗം വീട്ടിൽ ചാരുകസേരയിൽ കിടന്ന് പ്രസംഗിക്കുക. സ്തോത്രകാഴ്ച എന്ന് പറയുന്ന നിർബന്ധം ഇല്ലാതാണ്. നമ്മുടെ അടുത്തോടെ ബാഗ് വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ എല്ലാം കൊണ്ടും ആകെ മൊത്തം ടോട്ടൽ ഒരു നഷ്ടവും ഇല്ല. പിന്നെ അവശേഷിക്കുന്ന 2 കാര്യം എന്ന് പറയുന്നത് കല്യാണവും വിവാഹവും, ശവസംസ്കാരവുമാണ്. ഇതിനുള്ളൊരു അറേഞ്ച്മെന്റും കൂടെ എനിക്ക് തോന്നുന്നത് ഉടനെ വരുമായിരിക്കും. ഇതിനുള്ളൊരു അറേഞ്ച്മെന്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സഭ കൊണ്ട് യാതൊരു ഉദ്ദേശവുമില്ല, ഉപയോഗവുമില്ല, നഷ്ടമല്ലാതെ യാതൊരു ലാഭവുമില്ല. ഞാൻ നിങ്ങളോടൊരു ഒരു സംഭവം പറയാം. ഞാൻ നാളുകൾക്ക് മുമ്പ് ഒരു ചർച്ച ചെന്നപ്പോൾ ചർച്ചിലെ പാസ്റ്ററാണ് രാവിലെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്. സ്വാഭാവികം. പാട്ട് പാടുന്നതും പാസ്റ്റർ തന്നെയാണ്. പാസ്റ്റർ പാട്ടുകാരനാണ്. ബൈ ഗോഡ്സ് ഗ്രേസ് ഹി സിങ്സ് വെൽ. ഇവിടെയിലാണ് മൈക്കിരിക്കുന്നത്. ഏതൊക്കെ പാട്ടാണ് വേണ്ടതെന്ന് പുള്ളിയാണ് തീരുമാനിക്കുന്നത്. ആൻഡ് ഹി പ്രേസ്, ഹി റീഡ്സ് ദ സാംസ്. സങ്കീർത്തനം വായിക്കും. ഒരാൾ 1-2 പേര് പ്രാർത്ഥിപ്പിക്കും. അത് മാത്രം വെളിയിലുള്ളവർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി മുഴുവൻ കാര്യങ്ങളും പ്രീച്ചിങ്, ഇന്റർസെസറി പ്രെയർ എല്ലാം പാസ്റ്റർ തന്നെയാണ്.
ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, എനിക്കന്ന് പ്രസംഗിക്കാൻ തോന്നല്ലോ, ബിക്കോസ് ഐ ആസ്ക്ഡ് ഹിം, ഇത് ആരെങ്കിലും കുറച്ച് ഡെലിഗേറ്റ് ചെയ്തുകൂടെ? ചില ആൾക്കാർ പറയും പാസ്റ്റർമാർക്ക് ഭയങ്കര പണിയാണ്, നമ്മൾ പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ച് ഡെലിഗേറ്റ് ചെയ്തവരുടെ ആശ്വാസമാവുമല്ലോ. അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞു, ഈ ഒരു പ്രബോധനം പറയാൻ ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു സഹോദരന് കൊടുത്തുകൂടെ? അപ്പോൾ പാസ്റ്റർ എന്ന് പറയാം, എനിക്കിനി 3 വർഷം തീരാൻ 2 മാസം കൂടെ ഉള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് പ്രബോധനം ഇവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ എഴുന്നേറ്റ് പ്രബോധിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവിടെ അടിയും വഴക്കുമാവും. കാരണം ഈ വിശ്വാസികൾക്കും പാസ്റ്റർ പ്രസംഗിച്ചാൽ മതി, വേറെ ആരും പ്രബോധനം പറയാൻ സഹിക്കാൻ പറ്റില്ല. അതെന്താന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, അടിയാവും. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, 40 വർഷമായിട്ട് ചർച്ച ഉണ്ട്, ഈ വിശ്വാസികൾ എന്തുമാത്രം പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്തുമാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കെട്ടിടം പണിയാൻ, പാസ്റ്റേഴ്സിന് കൊടുക്കാൻ, മറ്റവരുടെ നേതാക്കന്മാർ ചോദിക്കുന്നതനുസരിച്ച് പിരിക്കാൻ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം പണം ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് 5 മിനിറ്റ് വഴക്കുണ്ടാക്കാതെ, തല്ലുണ്ടാക്കാതെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഈ 40 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് വെറുതെ അല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും അവൻ എഴുന്നേറ്റ് നിന്ന് ദ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ, അങ്ങനെ ഒരു ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ എന്താണ് പ്രയോജനം? അപ്പൊ അവനെ പഠിപ്പിച്ച വെറുതെ ആയില്ലേ? അപ്പൊ എത്രയോ വർഷം സഭയിൽ പോയിരുന്നിട്ട് അങ്ങോട്ട് കൊടുക്കുന്നല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. ലോകത്തിന്റെ ചില പ്രോമിസസും വാഗ്ദത്തങ്ങളും അല്ലാതെ ഒന്നും കിട്ടുന്നില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടുന്നില്ല, അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടിസ്ഥാനം കിട്ടുന്നില്ല, ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. എങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നഷ്ടമല്ലേ സഹോദരങ്ങളുടെ നിത്യതയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ? അതുകൊണ്ട് സഭകൾ അത്യാവശ്യമായിട്ടും ദേ ഷുഡ് ബിക്കം റെലവെന്റ്. ആൻഡ് ദേ ഷുഡ് ബിക്കം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആൻഡ് ദേ ഷുഡ് അക്കോമഡേറ്റ് പീപ്പിൾ. നമ്മൾ പഴയകാല യാക്കോബ് പള്ളിയെ പോലെ വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം എന്നുള്ള ഫീലാകരുത്, പെർഫോമൻസസ് ആകരുത്. വി നീഡ് ടു ലിസൺ ഫ്രം എവറി വൺ. വി നീഡ് ടു ലിസൺ ടു എവറി വൺ ഹു ഹാസ് എ ഗിഫ്റ്റ്. ദൈവം ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള അനേകം ആൾക്കാർ നമ്മുടെ സഭകളിലൊക്കെ കാണും. അവർ പരിജ്ഞാനത്തോടെ ശുശ്രൂഷിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് സഭ ചെയ്യാൻ. ഓക്കെ, ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു കോവിഡ് കാലം കർത്താവ് ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ ശരിക്കും വലിയൊരു ശുദ്ധീകരണം നമ്മുടെ എല്ലാ ഇടയിൽ ദൈവം അയച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കത് അത്രയും പിടികിട്ടുന്നില്ലായിരിക്കാം, പക്ഷെ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഈ വിശ്വാസത്തിന്റെ പരിശോധന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ വിശ്വാസത്തിന്റെ പരിശോധന ആവശ്യമായിരുന്നു. ഇറ്റ് വാസ് എ നെസസിറ്റി ടു എക്സാമിൻ ദ ഫെയ്ത്ത് ഓഫ് വേൾഡ് വൈഡ് ചർച്ച്. ലോകത്തെമ്പാടുമുള്ള സഭയുടെ ഫെയ്ത്ത് എന്താണെന്ന് പരിശോധിക്കപ്പെടുന്നതിന് ഒരു നല്ല അവസരമായിരുന്നു. എന്തിലേക്കാണ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുന്നത്, എന്തിനെയാണ് നിങ്ങൾ വിലയേറിയതായി കാണുന്നത്, ഇതെല്ലാമാണ് ദൈവത്തിന്റെ വചനത്താലും ഈ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ മുഖാന്തരവും പരിശോധിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത്, പരീക്ഷ സ്നേഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. ഓക്കെ, അടുത്ത വാക്യം, ഈ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇവിടെ ഈ പരീക്ഷ എന്ന വാക്ക് ശരിക്കും ടെസ്റ്റിങ് മാത്രമല്ല കേട്ടോ, ടെംപ്ടേഷനും കൂടിയാണ്. ടെംപ്ടേഷനും നല്ലതാണെന്നാണ് യാക്കോബ് പറയുന്നത്. ആണോ? ടെസ്റ്റിംഗ് ഈസ് ഓക്കെ, ടെംപ്ടേഷൻ ഈസ് ബാഡ് എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം സാത്താനെയും കൊണ്ട് ദൈവം ഒത്തിരി പണി ചെയ്യുന്നുണ്ട്, ഇല്ലേ? സാത്താനെയും കൊണ്ട് ഒത്തിരി പണി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം സാത്താന്റെ പ്രലോഭനത്തെ എതിർത്ത് നിന്നേ, ഒരു പ്രാവശ്യം ധൈര്യമായിട്ട് നോ പറഞ്ഞ ഒരു പ്രലോഭനത്തോടെ, നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് 10,000 മടങ്ങ് വർദ്ധിക്കും. 10,000 മടങ്ങ് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. will increase manifold if you resist the devil and its temptations. That's a sure short way to victory. നിങ്ങൾ കള്ളം പറയാണ്ട് ഒരു പ്രലോഭനത്തെ എതിർത്ത് ജയിച്ചു വിശ്വാസത്തെ, നിങ്ങളുടെ ആത്മീക ശക്തി ഭയങ്കരമായിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. റെസിസ്റ്റിംഗ് വേൾഡ്ലി ലസ്റ്റ്. ചില സമയത്തൊക്കെ തോറ്റിട്ടുണ്ട്, ചില സമയത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ജയിക്കുന്ന സമയം എന്ന് പറയുന്നത് it gives you so much of courage and assurance of faith. അതായത് പല സമയത്തും ലോകം നമ്മളെ ആകർഷിക്കുമ്പോൾ നമുക്ക് നോ എന്ന് നമ്മുടെ
ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴേക്കും ദാറ്റ്സ് എ പവർഫുൾ മീൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. പ്രലോഭനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതിനെ ജയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാങ്ക്ടിഫിക്കേഷൻ ഈസ് ടു പ്രഷ്യസ്. ലോകം നിങ്ങൾക്കൊരു പ്രോമിസ് തരുന്നു, അതിനെ നോ എന്ന് പറയുന്നു. ബിക്കോസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, നോ എന്ന് പറയുന്നു. ലോകം ഒരു വാഗ്ദത്തം തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ്സിനെ കൂടുതൽ മതിക്കുന്നത് കൊണ്ടും കൂടുതൽ അതിനായി ഓടുന്നത് കൊണ്ടും നോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സ്പിരിച്വൽ കറേജ്. ഓക്കെ, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ, ഞാനിത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, ബട്ട് ഐ വാസ് സ്ട്രഗ്ലിംഗ് വെദർ ഐ ഷുഡ് സേ ഇറ്റ് ഓർ നോട്ട്. വെൻ ഐ ബിക്കേം എ ബിലീവർ, ഐ ടോൾഡ് മൈ ഫാദർ, ഐ ഡോണ്ട് വാണ്ട് യുവർ പ്രോപ്പർട്ടി, ഐ വിൽ നോട്ട് റിസീവ് ഇറ്റ്. മൈ ഫാദർ വാസ് റിയലി സാഡ്. കാരണം ഒത്തിരി അപ്പന്മാർ വിചാരിക്കുന്നത് കയ്യിൽ സമ്പത്തുണ്ടെങ്കിലേ മക്കൾ ബഹുമാനിക്കുള്ളൂ, സ്നേഹിക്കുള്ളൂ, ശുശ്രൂഷിക്കുള്ളൂ എന്നാണ്. സോ ഫോർ മോസ്റ്റ് ഓഫ് ദ പേരൻസ്, the wealth that they have is a security that tomorrow their children would not abandon them. Okay, and the security is not on love, it's not on God, it's on the wealth. So I told my father, money will not be a factor between us, and I am not going to, even if you forcefully give me, I'm not going to receive it. Means I will throw it away in the name of the Lord, means it will be given away. Very angry, naturally, because that was his wealth. He saved it for his children, and it was his privilege to give, and it was our privilege to take. പക്ഷേ നോ എന്ന് ഞാൻ പറഞ്ഞപ്പം എനിക്ക് ഉണ്ടായ സ്പിരിച്വൽ ഇമ്പാക്ട് വാസ് ഡിഫറെന്റ്. കാരണം ആ നോയ്ക്ക് ഒത്തിരി പവർ ഉണ്ടായിരുന്നു. നൗ വാട്ട് എവർ ഐ സേ ഇൻ മൈ ഹോം, ദർ ഇസ് നോ മണി ഫാക്ടർ ഇൻവോൾവ്. അവർക്കറിയാം my eye is not there on that property. So that gives us so much freedom in our church, because I am well supported by my teaching ministry, more than I need. Support, I mean daily support. We don't gather for tomorrow. When I told my church, I don't want ministry because God has given it free to me, and every ministry in the church is free. Don't have to give me a remuneration. That gives us so much of power. What's the power? Because I have no motives. If I say something to a rich man or a poor man, see, there is no motive, because I'm not either way receiving anything. So when you say no, there's a power with it. That power is you can stand for the Lord. അതിനർത്ഥം നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ ജീവിക്കരുതെന്നൊന്നുമല്ല. But no preaching shall be connected with the prospect of getting money, and it shall not become a motive. ഏത് മിനിസ്ട്രി, പാട്ടുപാടിയിട്ട് പൈസ മേടിക്കുന്നവരുണ്ട്, പ്രസംഗിച്ചിട്ട് പൈസ മേടിക്കുന്നവരുണ്ട്. Okay, you can receive money if someone gives you in love, fine. But when you are connecting it with, I say my preaching, my work, so what happens? You lose the power. So what I wanted to say, ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ എപ്പോഴെല്ലാം നോ പറയുന്നുണ്ടോ അപ്പോഴെല്ലാം ആ നോയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. യെസിന്റെ ശക്തിയുണ്ട്, നമ്മൾ ഈ ലോകത്തിന്റെ മഹത്വത്തിന്റെ ശക്തിയുള്ളത്. നോയുടെ ശക്തി സ്റ്റിൽ ഇന്റൻസ്. ഓക്കെ, ആൻഡ് യു ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്ക് ജീവിക്കാനുള്ളത് മതിയല്ലോ, ജീവിക്കാനുള്ളത് മതി. We don't need to build a castle here. We don't need to build anything here at all. So we have a building that would last forever. അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ശക്തമായ കാര്യമല്ല. ഓക്കെ, എനിവേ എനിക്ക് ടീച്ചിങ് മിനിസ്റ്ററിലുള്ള പണം വരുന്നുണ്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം I can increase my standard of giving. So I feel comfortable when someone is sick and someone is in difficulty.
I feel comfortable because I'm in a position to do something about that. So that way I have enjoyed it. But tomorrow, maybe it will be on a reverse. I may again be at the receiving end. So ലോകം എങ്ങനെയാണ്, ദൈവം എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ സമൃദ്ധിയിലിരുന്നാലും ഇല്ലായ്മയിലിരുന്നാലും അതിനൊരു ഡിഫറൻസ്, ലൈഫിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ദാറ്റ്സ് എ വെരി റിയൽ നെസസിറ്റി. എന്ന് പറയാൻ കാരണം നമ്മൾ വഞ്ചിക്കപ്പെടരുത്. കാരണം ഇവിടെ പറയുന്ന ഈ ടെംപ്റ്റേഷനെ ജയിക്കുന്ന കാര്യമാണ്. ടെസ്റ്റിംഗ് മാത്രമല്ല, ടെസ്റ്റിംഗ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ദയർ, ബട്ട് വിന്നിങ് ഓവർ ടെംപ്റ്റേഷൻ. ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു 5 years ബാക്ക്, 5 അല്ല 6-7 years ബാക്ക് ഞാനൊരു കാര്യം പറഞ്ഞു. 2 കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കരമായ വിക്ടറി ഉണ്ട്, അതിലെന്നെ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റും. അതിലൊരു കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റേ കാര്യം പറയാം. അത് പണമായിരുന്നു. ഒരു കാര്യം, മറ്റേ കാര്യം പറയുന്നില്ല. അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിൽക്കുന്നു തോന്നുവാൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. നമ്മൾ ആരും ശരിക്കും നിൽക്കുന്നില്ല, നിൽക്കുന്നു എന്ന് തോന്നുന്നതാണ്. ദൈവമാണ് നിർത്തുന്നത്, അല്ലാതെ നമ്മൾ നിൽക്കുന്നതല്ല. ഇനി ആർക്കെങ്കിലും നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ I went to a pastor's house, seeing the riches. But that day, I was getting this lust. The equipments that he had, and the gadgets he had, and the buildings that he was constructing, the expansion of his ministry. Oh my God. One moment, I was tempted. I was wishing, oh my God, if I were in his place, if I were the master of all these things. You know, half an hour before, I was thinking everything was free. When the Lord was showing me, temptation can take you, temptation can devour you if you are not careful. Then I understood, when I was coming back from that house, the Holy Spirit showed me where exactly the whole thing stands and where I was going to sleep, to which abyss I was going to sleep. ഇത് പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ we are more conscious about that temptation. അങ്ങനൊരു പ്രലോഭനം എനിക്ക് വരാം, ഞാൻ വീഴാം, നിൽക്കുന്നെന്നുള്ള തോന്നലുകൾ ഇല്ലാതാകാം. So this is what really bothers me, and we all need to be careful. കാരണം പ്രലോഭനത്തെ അതിജീവിക്കുന്നത് ഭയങ്കര സക്സസ്. ഇപ്പൊ പ്രലോഭനം വരണമെന്ന് ചോദിച്ചാൽ വരണം, നമ്മൾ ചോദിച്ചു വാങ്ങിക്കരുത്. കാരണം കർത്താവിനോട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ചോദിച്ചു മേടിച്ചത് അല്ലേ, ഞാൻ ചോദിച്ചു മേടിച്ചതാ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ വീഴില്ല. ഞാൻ ചോദിച്ചു മേടിക്കുമായിരുന്നു. ഞാൻ എന്തായിരുന്നു കർത്താവിനോട് പറയേണ്ടത്? എൻ്റെ ബലഹീനത മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണമായിരുന്നു, കർത്താവേ എന്നെ അങ്ങനെയൊന്നും പരീക്ഷിക്കരുത്, ഞാൻ അത്രയൊന്നും ഇല്ല എന്ന് പറയേണ്ടവനായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞ എന്താ? ഞാൻ നിൽക്കുന്നു തോന്നുന്നവരെപ്പോഴും വീഴുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നത് വീഴത്തില്ല. നിങ്ങൾ നിൽക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നിലും വീഴാതിരിക്കാൻ സൂക്ഷിച്ചോ. കാരണം പ്രലോഭനങ്ങളെ ജയിക്കുന്നത് ഭയങ്കര ശക്തിയാണെങ്കിലും വീഴുമ്പോൾ അത് അത്യഗാധമായ വേദനയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളിലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ we understand how solidly we have to stand. Consistency of faith. അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്ഥിരമായ വിശ്വാസം. ഏത് പ്രലോഭനത്തിന്റെ നടുവിലും സ്ഥിരമായ വിശ്വാസം. ആ പ്രലോഭനത്തിന്റെ നടുവിലുള്ള സ്ഥിരമായ വിശ്വാസമാണ് ദൈവം നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു, ടെംപ്റ്റേഷൻ കൊണ്ടിരുന്ന ദൈവമല്ല. അതിന് അവിടെ പറയുന്നത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താനും ആരെയും പരീക്ഷിക്കുന്നില്ല. ഓക്കെ, ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ദൈവത്തെ ആർക്കും പരീക്ഷിക്കാൻ സാധിക്കില്ല. പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും പറയരുത്,
ദൈവം എന്നെ പരീക്ഷിച്ച എന്ന് പറയരുത്. അപ്പൊ പിന്നെ സാത്താൻ പരീക്ഷ എന്ന് പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഉണ്ട്. അങ്ങനെയും പറയരുത്. അപ്പൊ പിന്നെ ആരാ പരീക്ഷിച്ചത്? ആരാ പ്രലോഭിപ്പിച്ചത്? സ്വന്തം മോഹങ്ങളാണ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി. അങ്ങനെ എഴുതിയേക്കുന്ന അവിടെ. സാത്താനാണ് എന്നെ പ്രലോഭിപ്പിച്ചെന്ന് പറഞ്ഞ ആരാ? ഹൗവയ. ഏദൻ തോട്ടത്തിൽ ആദം പറഞ്ഞത് ഹൗവ പ്രലോഭിപ്പിച്ചെന്ന്. ഹൗവ എന്നോട് തിന്നാൻ പറഞ്ഞു, നീ എന്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ എന്നെ കൊണ്ട് തീറ്റിപ്പിച്ചു. എന്നാൽ ഹൗവ എന്താ പറഞ്ഞത്? സാത്താൻ എന്നെ പ്രലോഭിപ്പിച്ചെന്ന്, അല്ലെ? സർപ്പം. ഷിഫ്റ്റിംഗ് ദ ബ്ലെയിം. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് വീണു, ഒരു തെറ്റിൽ വീണു എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ, അവൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടെന്നോ ഇവരെന്നെ പ്രലോഭിപ്പിച്ചിട്ടെന്നോ സാത്താൻ എന്നെ കൊണ്ട് ചാടിച്ചാ ബ്രദറെ എന്നൊന്നും പറയരുത്. നിങ്ങൾ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ജഡ സ്വഭാവമുള്ളവനാണ് ജഡത്തിനുള്ള ചിന്തിക്കുന്നത്. അപ്പൊ ശരിക്കും എങ്ങനെയാണ് നമ്മൾ വീണത്? ഈ ജഡസ്വഭാവം കാരണം വീണത്. പെട്ടെന്ന് ഒരാൾ പോയി വിചാരത്തിൽ വീഴുന്നില്ല. നിങ്ങളുടെ പ്രശസ്തനായ ഒരു ടീച്ചറുടെ കഥകൾ ചിലപ്പോൾ ഈ അടുത്ത ദിവസം കേട്ടിട്ടുണ്ടോ? വാസ് നോട്ട് വൺ ടൈം സിൻ, ഇറ്റ്സ് എ പാറ്റേൺ. നമ്മൾ വിടുതലെടുക്കാത്ത ജഡത്തെ വളർത്തി വളർത്തി വിടുന്ന ആളുകളുടെ അഡുലേഷൻ, ആളുകളുടെ ബഹുമാനം എല്ലാം സ്വീകരിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജഡം. ഇറ്റ്സ് എ ഡേഞ്ചറസ് ഫ്ലഷ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഗെറ്റ്സ് ദ കവർ ഓഫ് ക്ലോക്ക് ഓഫ് സ്പിരിച്വാലിറ്റി. അപ്പൊ ഈ ഫ്ലഷ് എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. പ്രലോഭനത്തിൽ വീഴുന്നത് കീഴടക്കപ്പെടാത്ത ഫ്ലഷ് ആണ്. അതായത് സാത്താനെ ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. സാത്താനല്ല നമ്മളെ വീഴിക്കുന്നത്, നമ്മുടെ മോഹങ്ങളാണ് നമ്മളെ വീഴിക്കുന്നത്. സാത്താനല്ല നമ്മളെ വീഴിക്കുന്നത്, നമ്മുടെ മോഹങ്ങളാണ് നമ്മളെ വീഴിക്കുന്നത് എന്ന് തന്നെ നമ്മൾ വി ഹാവ് ടു ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ. അപ്പൊ ഇനി സാത്താനെ കുറ്റം പറയരുത്. സാത്താനുണ്ട്, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. സാത്താനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവന്റെ ശക്തിയെ ഗ്ലോറിഫൈ ചെയ്യരുത്. മറ്റൊന്ന്, അവനെ ബ്ലെയിം ചെയ്യുകയും ചെയ്യരുത്. ലീവ് ഹിം, ഇഗ്നോർ ഹിം ആൻഡ് ബി അവെയർ ഓഫ് ഹിസ് ട്രിക്സ്. തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. അപ്പൊ നമ്മൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് മീ ഹു ഫെൽ ബിക്കോസ് ഐ നഴ്സ്ഡ് ദ ലസ്റ്റ് ഓഫ് ദ വേൾഡ് and did not conquer that lust. I was careless about the lust. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, മോഹം ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയിലാകുന്നു. അപ്പൊ വശീകരിക്കപ്പെടുന്നുണ്ട് സാത്താനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ വശീകരിക്കപ്പെടാനുള്ളൊരു കൊളുത്ത് വീഴുന്ന എവിടെയാണെന്നറിയാം? എൻ്റെ ഫ്ലഷിലാണ്, എൻ്റെ മോഹങ്ങളിലാണ് ആ കൊളുത്ത് വീഴുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. എന്തുകൊണ്ടാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജി ഇത്ര സ്ട്രോങ് ആയിട്ട് ഇന്ന് വ്യാപരിച്ചിരിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ മോഹങ്ങളിൽ കൊളുത്താൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ദുരുപദേശങ്ങളൊന്നും സ്പ്രെഡ് ആവില്ലായിരുന്നു. ഇതിനെല്ലാം ഒരു ഹുക്ക് ഇടാനൊരു സ്ഥലമുണ്ട്. എവിടാ? നമ്മുടെ മോഹങ്ങൾ. ഇവര് നേരെ കൊണ്ടുവന്ന ഹുക്ക് പ്ലേസ് ചെയ്ത് നമ്മുടെ മോഹങ്ങളിലാണ്. അതിനാൽ വശീകരിച്ചെടുക്കുക ചെയ്യുന്നവര്. ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീയോട് നിന്റെ തലമുറയുടെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഷീ വിൽ ബി സ്കെയർഡ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു അമ്മയെ സംബന്ധിച്ച് ഏറ്റവും വേദമുള്ള പിള്ളേരാ, കുഞ്ഞുങ്ങളാണ്. അപ്പം ആ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പ്രോഫസി വരുമ്പോഴേക്കും യു ഹാവ് ദാറ്റ് പേഴ്സൺ ഇൻ ഹിസ് ഹാൻഡ്. നല്ലത് പ്രവചിച്ചാലും ചീത്ത പ്രവചിച്ചാലും യു ആർ ഗെറ്റിംഗ് ദാറ്റ് പേഴ്സൺ ആസ് യുവർ സ്ലേവ്. ഒരു അമ്മയോട് ഒരു അഭിഷിക്തൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറയാൻ വെച്ചോ, ഒരു തലമുറയുടെ മേലൊരു പോരാട്ടമുണ്ട് കേട്ടോ, അപകടമാണ്, സൂക്ഷിച്ചോണെന്ന് പറഞ്ഞാൽ തീർന്നു. ഭർത്താവ് നോക്കിയോളും ബ്രദർ, ഐ ഡോണ്ട് കെയർ എന്ന് പറയാനുള്ള ധൈര്യം മിക്കവാറും അമ്മമാർക്ക് കാണത്തില്ല. അവരോട് ആണോ പാസ്റ്ററെ, അയ്യോ എന്തോ പാസ്റ്ററെ, പ്രാർത്ഥിക്കണേ. അവർ പേടിപ്പിച്ച് കാര്യം സാധിച്ചു. യു ആർ ബിക്കം ഹിസ് സ്ലേവ്.
and you call him now. പാസ്റ്ററെ എന്തെങ്കിലും ദൈവം കാണിച്ചോ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ വിളിച്ചിട്ട് എന്തെങ്കിലും ദൈവം കാണിച്ചാൽ പറയണേ. ഞാൻ പറഞ്ഞു മിക്കവാറും കാണിക്കാൻ സാധ്യതയില്ല. നിങ്ങളെ കാണിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവർ പിന്നെ വിളിച്ചിട്ടില്ല, കാരണം വലിയ അഭിഷേകം എനിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. ദിസ് ഈസ് വാട്ട്. അപ്പോൾ ഈ തലമുറയുടെ കാര്യം വരുമ്പോഴേക്കും ഈ ഒരു പ്രതിസന്ധി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ മോഹങ്ങളിൽ ഉണ്ടാകുന്ന കൊളുത്ത്, നിന്നെ പ്ലെയിനെ കയറ്റി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ മോഹങ്ങൾക്കകത്തൊരു കൊളുത്തിട്ട് കുറെ നാളായിട്ട് പ്ലെയിൻ സ്വപ്നം കാണുന്നു. മിക്കവാറും ഏതെങ്കിലും വിദേശത്തിലായിരിക്കും. ശരി, എന്നാ കൊളുത്ത്, കൃത്യം കൊളുത്ത്. ഇങ്ങനെയാണ് പിശാച് നമ്മളെ വശീകരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങൾ ഒരു മോഹം ഇല്ലാത്ത ഒരാളെ പ്രലോഭിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എവിടെ നിന്ന് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്, വീഴ്ച ഉണ്ടാകുന്നത്? നമ്മുടെ തന്നെ മോഹങ്ങളിൽ നിന്നാണ്. നമ്മുടെ മോഹങ്ങളിൽ കുരുക്കിടാൻ ഒരു പിശാചിനെയും അനുവദിക്കരുത്. അവർ വെളിച്ചദൂതന്റെ വേഷത്തിൽ വന്നാലും പാസ്റ്ററായിട്ട് വന്നാലും അവർ നമ്മുടെ ഹൃദയത്തിലെ മോഹത്തിൽ കുരുക്കിയിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കരുത്. മോഹത്തിൽ കുരുക്കിട്ട് വലിച്ചാൽ അത് നരകത്തിലേക്ക്, നാശത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് എക്ലീസിയാസ്റ്റിക്കൽ മോഹങ്ങളായാൽ പോലും. ഞാൻ ഇന്നലെ നിങ്ങളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നോടൊരു പ്രോഫറ്റ് പറഞ്ഞാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയൊന്നും ആകുന്നില്ല എന്നൊരു വിഷമം ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. മോഹത്തിൽ കുരുക്കിടാൻ നോക്കിയതാ. സോ ദാറ്റ് ഹാപ്പൻസ്. പിശാച് നമ്മുടെ മോഹങ്ങളിൽ കുരുക്കും, പ്രലോഭിപ്പിക്കും. പക്ഷെ വീഴുന്ന എവിടുന്ന? മോഹങ്ങളിൽ നിന്നാണ്. മോഹങ്ങൾ ജയിക്കാത്തവൻ വീഴും. ഇപ്പൊ നിത്യമായ തേജസ്സിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മോഹങ്ങളെ ജയിക്കാൻ പറ്റുള്ളൂ. കർത്താവിന്റെ തേജസ്സിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മോഹങ്ങളെ ജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അപ്പൊ ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുന്നത്, ഇത് മോഹങ്ങൾക്കിട്ടായിരുന്നോ ഈ കൊളുത്ത്, അതോ പ്രത്യാശയിലായിരുന്നോ കൊളുത്തിട്ടത്? ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ക്രിസ്തുവിന്റെ ശബ്ദങ്ങളെ വിവേചിക്കാൻ പറ്റും. കർത്താവ് എപ്പോഴും, അവന്റെ ആത്മാവ് എപ്പോഴും പ്രത്യാശയിലേക്കാണ് കൊളുത്തിടുന്നത്. പ്രത്യാശയാൽ നിങ്ങൾ വശീകരിക്കപ്പെട്ട് നശിക്കപ്പെടുകയല്ല, പ്രത്യാശയാൽ നിങ്ങൾ തേജസ് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മോഹങ്ങളിൽ കുരുക്കുകയാണ് ഒരു ശുശ്രൂഷ എന്ന് നിങ്ങൾ കണ്ടാൽ, അയാൾ എത്ര നല്ല മനുഷ്യനായാലും, എത്ര മാത്രം നിങ്ങൾ അയാളെ വിശ്വസിച്ചാലും, യു ക്യാൻ ഫോൾ, നിങ്ങൾ വീണിരിക്കും. കാരണം മോഹങ്ങളിലുള്ള കുരുക്ക് നിങ്ങളെ ക്യാൻ സ്നെയർ യു. കാരണം എന്താ? അവരറിയുന്നില്ല അവർ കുരുക്കാണ് ഇടുന്നു എന്നുള്ള കാര്യം. അവരറിയുന്നില്ല, അറിയാതെയാണ് ചെയ്യുന്നത്. ബിക്കോസ് they are led by another spirit. They don't know they are deceived and they deceive everyone. Blind people എന്ത് ചെയ്യും? കുരുടന്മാരായ വഴികാട്ടികൾ, കുരുടന്മാരായ ജനങ്ങളെ ആ കുഴിക്കകത്ത് കൊണ്ടേ ചാടിക്കും. സോ യു ഇവാലുവേറ്റ് എവറി സ്പിരിറ്റ്, ഡിസൈൻ എവറി സ്പിരിറ്റ്. എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്? അതെവിടെയാണ് കൊളുത്തിടുന്നത് നോക്കുക. നിങ്ങളുടെ പ്രത്യാശയിലേക്ക് ഒരു കൊളുത്തിട്ടിട്ട് വലിക്കുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫ്രം ഗോഡ്. നിങ്ങളുടെ മോഹങ്ങളിൽ കുരുക്കിടുകയാണെങ്കിൽ ഇറ്റ് ഇസ് റിയലി ഫോർ യുവർ പെറിൽ. അതേസമയത്ത് നിങ്ങൾ രോഗത്തെക്കുറിച്ച്, രോഗശാന്തി, ഇങ്ങനെയുള്ള ഡെയിലി എക്സിസ്റ്റൻസിനെ കുറിച്ചല്ല ഞാൻ പറയും. കടഭാരത്താൽ വലഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒരു ആശ്വാസം ദൈവം കൊടുക്കുന്നത്, ദാറ്റ്സ് ഡിഫറെന്റ്. അതിന്റെ ദാരിദ്ര്യത്തിലിടയ്ക്ക് നിൽക്കുമ്പോൾ നിനക്ക് ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു പ്രോഫസി, ദാറ്റ്സ് ഡിഫറെന്റ്. ബട്ട് വെൻ യു ആർ ഗിവൺ എ പ്ലഷർ ഓഫ് ലസ്റ്റ്, അതാണ് ഇന്ന് മിക്കവാറും സംഭവിക്കുന്നത്. ഓക്കെ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. വശീകരണത്തിന്റെ അടുത്ത വഴി നമ്മൾ പാപം ചെയ്യുക എന്നുള്ളതാണ്. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കും. അപ്പോൾ ഈ മോഹങ്ങൾ എവിടെ നമ്മൾ എത്തിക്കുന്നത്? നാശത്തിലേക്കും മരണത്തിലേക്കുമാണ് ഈ മോഹങ്ങൾ നമ്മളെ എത്തിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ദാറ്റ് മീൻസ് ഹി ക്യാൻ നെവർ ചേഞ്ച്. അവന്റെ ഗതി മാറുന്നില്ല ഒരിക്കലും. സോ ഒരു വൺ ഡയറക്ഷൻ, ഗതിഭേദം ഉണ്ടാകുന്നില്ല.
ഗതിഭേദം ഉണ്ടാകുന്നില്ല. അവൻ തിരിഞ്ഞു വരുന്നതിന്റെ ഒരു നിഴൽ പോലും ഉണ്ടാകുന്നില്ല. അവൻ തിരിയുന്നതിന്റെ ഒരു നിഴൽ പോലും ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് ദൈവം ഒരിക്കലും അവന്റെ പ്രോമിസിന് തിരിയുന്നില്ല. ദൈവം ഒരിക്കലും അവന്റെ ഡയറക്ഷന് തിരിയുന്നില്ല. അതിന്റെ നിഴൽ പോലും ഉണ്ടാകുന്നില്ല. ദൈവം എപ്പോഴും ഒരുപോലെയാണ്. അവൻ എപ്പോഴും നല്ല ദാനങ്ങളെ മാത്രം തരുന്നവനാണ്. അവൻ വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്നാണ് എല്ലാ നല്ല ദാനങ്ങളും ഇറങ്ങി വരുന്നത്. ആത്മാവിന്റെ എല്ലാ ബ്ലെസ്സിങ്സും വരുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. പിതാവ് പുത്രനെ സ്നേഹിച്ച അതേ സ്നേഹമാണ് അവൻ നമുക്ക് നൽകുന്നത്. അത് സ്വർഗത്തിലെ പിതാവിൽ നിന്ന് വരുന്നതാണ് സകലതും. നമ്മുടെ സ്നേഹം, നമ്മുടെ കരുണ, നമ്മുടെ ഓരോ ദിവസവും ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ധനം, ഇതെല്ലാം വെളിച്ചങ്ങളുടെ പിതാവ് നമുക്ക് തരുന്നതാണ്. നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ സ്വന്തമല്ലാത്ത ഒരു നീതി, ആത്മാവ് നമുക്ക് തരുന്ന ജീവൻ, ഈ നന്മകളെല്ലാം, ക്രിസ്തുവിന്റെ നന്മകളെല്ലാം ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഈ ലോകത്ത് നശിച്ചു പോകുന്ന സാധനങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും പിതാവിൽ നിന്ന് പുത്രനിലൂടെ വരുന്നതാണ്. അതുകൊണ്ടാണ് തൃത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. സ്നേഹം എവിടെ ഉണ്ടായത്? സ്നേഹം ഉണ്ടായത് ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വയെ നോക്കിയപ്പോൾ ഉണ്ടായ കാര്യമല്ല. സ്നേഹം നമ്മളെ നോക്കി ചിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമല്ല. സ്നേഹം പിതാവ് പുത്രന് കൊടുത്തതും പിതാവ് നമ്മളിലേക്ക് പകർന്നതും. പിതാവ് പുത്രന് കൊടുത്തതും ആ പുത്രൻ നമ്മളിലേക്ക് പകർന്നതുമായ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ സ്നേഹമെന്ന് വിളിക്കുന്നത്. ബാക്കി ഒന്നും ശരിക്കും സ്നേഹമല്ല. അതെല്ലാം സ്നേഹത്തിന്റെ ചില അവസ്ഥാന്തരങ്ങളാണ്. ശരിയായ സ്നേഹമല്ല. ശരിയായ സ്നേഹം എവിടെ നിന്നേ വരുള്ളൂ? പിതാവിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. യഥാർത്ഥ ക്ഷമ എവിടെ നിന്ന് മാത്രമേ വരുള്ളൂ? നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് ശരിക്കും ക്ഷമിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥ ക്ഷമ പിതാവിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. പുത്രനിലൂടെ മാത്രമേ വരികയുള്ളൂ. യഥാർത്ഥ നീതി പിതാവിൽ നിന്ന് പുത്രനിലൂടെ മാത്രമേ വരികയുള്ളൂ. ആ പുത്രൻ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ മധ്യസ്ഥനാണ്. എല്ലാ നല്ല ദാനങ്ങളുടെയും മധ്യസ്ഥനാണ്. ആത്മാവ് വരുന്നു അവന്റെ മധ്യസ്ഥതയിലാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും, നിത്യജീവനും തേജസ്സും വിശുദ്ധീകരണവും എല്ലാം ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതെല്ലാം സ്വർഗത്തിലെ പിതാവിൽ നിന്ന് പുത്രനിലൂടെ നമ്മളിലേക്ക് വരുന്നത് പോലെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പുത്രൻ നമുക്ക് പകരം ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. ഓക്കെ, നാം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിറങ്ങി വരുന്നു. അവന് വികാരമോ എന്ന് പറഞ്ഞാൽ വികാരമില്ല എന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയില്ലേ, ഈ പഴയ നിയമത്തിലൊക്കെ കുഞ്ഞു പിള്ളേരെ, ഗർഭിണികളെ ഒന്നിനോട് ദയവ് കാണിക്കരുത്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ കൊന്നുകളയാൻ ദൈവം പറയുന്ന കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടില്ലേ വായിച്ചിട്ട്? എന്തിനാ ദൈവം എന്ത് ക്രൂരതയെ കാണിക്കാൻ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടോ? ദൈവത്തിന് അങ്ങനെ വികാരങ്ങളനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കും. അവന് വികാരം ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിന് മുമ്പിൽ കാണുന്നതല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കൊച്ചിനെയാണ്. ഈ ലോകത്തിലെ ക്രിമിനലുകളെല്ലാം അങ്ങനെ ഒരു കൊച്ചായിരുന്നു ആദ്യം. എന്ത് രസമായിരുന്നു അവർ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയോ? അല്ലെ? ഈ ഇന്ന് ക്രിമിനൽസ് ആയിട്ടും ആളുകളെ റേപ്പ് ചെയ്തും കൊന്നും മോഷ്ടിച്ചും അബ്യൂസ് ചെയ്തും ഈ നടക്കുന്ന ആ ഒരു സംഘം മുഴുവൻ ജനിച്ചപ്പം നല്ല കുഞ്ഞുങ്ങളായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. അവർ നടക്കുമ്പം ആൾക്കാർ ചിരിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു, അല്ല എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു, ഉമ്മ വയ്ക്കുമായിരുന്നു. They were very lovely people. But God knows what they are. അത് കുഞ്ഞാണോ വലുതാണോ എന്നുള്ളതല്ല. ദൈവത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് അതൊരു ടൈമിലേക്ക് ഒതുക്കുന്നതല്ല. അവൻ ആ ഒരു നിസ്സാര സമയത്തെ വികാരത്തിലല്ല അവൻ പ്രവർത്തിക്കുന്നത്. അവൻ പ്രവർത്തിക്കുന്നത് നിസ്സാര സമയത്തിലെ വിചാരത്തിലല്ല. അവൻ നിത്യമായി കാണുകയും നിത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അവന്റെ പ്ലാനിങ്സ് എല്ലാം ഒരു വികാരത്താൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല. അവന്റെ പ്ലാനിങ്സ് എല്ലാം നിത്യമാണ്. അതിനൊരു മാറ്റം ഉണ്ടാവുകയില്ല, ഗതിഭേദം ഉണ്ടാവുകയില്ല. ഓക്കെ, he has a plan that's in place and that's perfect and that cannot change. He is immutable. വികാരത്താൽ അവൻ ഒന്നും മാറ്റുന്നില്ല. and that's the reality of God. ഓക്കെ, അപ്പൊ എന്താണ് ദൈവത്തിന്റെ ലക്ഷ്യം? എന്താണ് ദൈവത്തിന്റെ ലക്ഷ്യം? ദൈവത്തിന് ഒരു മാറ്റവും ആ ലക്ഷ്യത്തിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് പല ലക്ഷ്യങ്ങൾ പല സമയത്ത് ഉണ്ടാവും.
പക്ഷെ ദൈവത്തിന് എപ്പോഴും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിനൊരു ഗതിഭേദവും ഉണ്ടാകുന്നില്ല, ഒരു മാറ്റവും അതിന് ഉണ്ടാകുന്നില്ല. എന്താണ് ദൈവത്തിന്റെ ലക്ഷ്യം? ദൈവം എന്തിനാണ് നമ്മളെ പരീക്ഷണങ്ങൾ അനുവദിക്കുന്നത്? ദൈവം എന്തിനാണ് നമ്മെ കഷ്ടതയിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത്? എന്തിനാണ് പുത്രനെ തന്നത്? ദൈവത്തിന്റെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, അതൊരിക്കലും മാറുന്നില്ല, ഈ ഗതിഭേദം ഉണ്ടാകുന്നില്ല. ഇടയ്ക്ക് കർത്താവ് ഇങ്ങനെ പറയുന്നില്ല, ഇനി കുറച്ചു നേരം നീ എൻജോയ് ചെയ്തോ മോനെ, നിനക്ക് കുറെ സമ്പത്ത് തന്നേക്കാം, ഇന്നലെ വരെ നീ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം, ഇന്ന് തൊട്ട് നീ കുറച്ചു നേരം സമ്പത്ത് അനുഭവിച്ചോ, കുറെ നേരം കഴിയുമ്പോൾ ആ സമ്പത്ത് അനുഭവിച്ചില്ല, ഇനി കുറച്ചു നേരം കഷ്ടപ്പെട്ടോ. ഇങ്ങനെയൊന്നും ഇമോഷൻസ് വെച്ചല്ല ദൈവം പെരുമാറുന്നത്. ദൈവത്തിന് എപ്പോഴും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതിന് ഗതിഭേദം ഉണ്ടാകുന്നില്ല. ദൈവം അവിടെ നിന്ന് തിരിയുന്നതിന്റെ ഒരു നിഴൽ പോലും ഉണ്ടാവില്ല. കാരണം അത്ര സോളിഡ്ലി ഫിക്സ്ഡ് അപ്പോൺ ഇറ്റ്. ഗോഡ് ഈസ് ഫിക്സ്ഡ് അപ്പോൺ ഇറ്റ്. എന്താണത്? അടുത്ത വാക്യം, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? നമ്മൾ ഒരുവിധം ആദ്യഫലം. അപ്പൊ ശരിക്കും ആദ്യഫലം നമ്മളല്ല, ക്രിസ്തുവാണ്. ആദ്യജാതനും ക്രിസ്തുവാണ്. പക്ഷെ നാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദ്യജാതൻ എന്ന് പറയാം. എന്തുകൊണ്ട് പറയാം? ഇനി വരാൻ കുറെ ആൾക്കാരുണ്ട്, ഇസ്രായേലിന് കൂടിച്ചേരാനുണ്ട്. അപ്പൊ ഒരു വിധത്തിൽ നാം ആദ്യഫലമായി മാറേണ്ടതിന് ഒരു വാക്കിൽ പറഞ്ഞാൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഫ്രൂട്ട് പോലെ ആകേണ്ടത്, ക്രിസ്തുവിനാൽ തികഞ്ഞു വരുന്ന പരിജ്ഞാനമുള്ള ഒരു ജനം ആയി മാറേണ്ടത്. ഓക്കെ, അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ വീണ്ടും ജനിക്കുന്നത്? വെള്ളത്താലും ആത്മാവിനാലാണ് നമുക്കറിയാം. പക്ഷെ അതേസമയത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. പ്രാക്ടിക്കലി നമ്മൾ നോക്കി കഴിയുമ്പോൾ, പെരിഫറലി നമ്മൾ നോക്കി കഴിയുമ്പോൾ, അല്ലെ കാണുന്ന രീതിയിൽ അപ്പാരന്റലി ഇത് സംഭവിക്കുന്നത് വചനത്തിന്റെ കേൾവിയാണ്. അപ്പൊ വചനം കേൾക്കുമ്പോഴാണ് ഒരാളുടെ ഹൃദയം തുറക്കുന്ന, ഒരാൾ മാനസാന്തരപ്പെടുന്നത്. അപ്പൊ റിയലി വചനമാണ് അവിടുത്തെ ഏജന്റ് എന്ന് പറയുന്നത്. വചനത്തിന്റെ കേൾവിയാണ് ഒരാളെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. വചനം പറയുന്നു, കേൾക്കുന്നു, വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ ആത്മാവ് വേണം, വീണ്ടും ജനിക്കാൻ വെള്ളവും ആത്മാവും വാഷിങ്ങും വേണം, അതുപോലെ തന്നെ റിന്യൂവലും വേണം. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ വചനം എന്ന ഏജന്റിലൂടെയാണ്. ഓക്കെ, അപ്പൊ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അതൊരിക്കലും മാറില്ല. അതിനൊരു ട്രെയിനിങ് ഉണ്ടാവില്ല, അതിലൊരു മാറ്റം ഉണ്ടാവില്ല, അതിൽ ഗതിഭേദം ഉണ്ടാകില്ല, വികാരമനുസരിച്ച് ദൈവം മാറുന്നില്ല. ഒരൊറ്റ പോയിന്റിലാണ് കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നത്. അതെന്താണ്? നമ്മൾ ഒരുവിധം ആദ്യഫലം ആകേണ്ടതിന്. വി നീഡ് ടു ബിക്കം ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് എ കൈൻഡ്. ഒരർത്ഥത്തിൽ നമ്മൾ ആദ്യഫലമായി മാറേണ്ടത്, ക്രിസ്തുവിനെ പോലുള്ള ഫലം പുറപ്പെടുവിക്കപ്പെടേണ്ടതിന്, അവന്റെ അതേ സ്വഭാവമുള്ളവരായി നമ്മൾ കാണപ്പെടേണ്ടതിന്, അതേ മഹത്വത്തിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കേണ്ടതിന്, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീണ്ടും ജനനം ഇങ്ങനെ ആയതുകൊണ്ട്, ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട്, നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം മനസ്സിലാക്കണം? നമ്മൾ പ്രലോഭനങ്ങളെ ഗൗരവമായിട്ട് കാണണം. വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി പോരാടണം. അപ്പോസ്തലിക ഉപദേശങ്ങളിൽ ഉറപ്പുള്ളവരാകണം. വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ളവരായി, സാവധാനതയുള്ളവരായി, പ്രവൃത്തികളിലേക്ക് അനുസരണം എന്ന ഫലം പുറപ്പെടുവിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതായി മാറും. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈവൻ ദെൻ വി ഫെയിൽ സംടൈംസ്. ദർ ഈസ് എ ക്രൈസിസ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നലെ വരെയുള്ളതല്ല ഇന്ന് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഞാൻ കർത്താവിൻ്റെ ആണ് എന്ന്, നേരത്തെ കർത്താവിൻ്റെ ആണ്, പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് അതൊരു പാഷനായിട്ട് വരണം. ഇത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ചെയ്യാൻ. വചനത്തിന്റെ കേൾവി, ദൈവത്തിന്റെ ആത്മാവ് ആ വചനം എന്ന ഏജന്റിലൂടെ നിങ്ങളിൽ നിത്യപ്രത്യാശയുടെ ആ തേജസ്, അതിനോടുള്ളൊരു മോഹം. ദൈവത്തിന് ഗതിഭേദമില്ല,
ദൈവത്തിന് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളല്ല. ദൈവത്തിന് എല്ലാറ്റിന്റെയും അപ്പുറത്തൊരു സത്യത്തിലേക്കുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ അവൻ സാധിപ്പിക്കും. അപ്പം തെരഞ്ഞെടുക്കപ്പെട്ട നാം, വിളിക്കപ്പെട്ട നാം, ദൈവത്തിന്റെ ആത്മാവുള്ള നാം എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് ദൈവം എന്താണോ നമുക്ക് വേണ്ടി ലക്ഷ്യം വെക്കുന്നത് ആ ഒരൊറ്റ ലക്ഷ്യമാണ് നമ്മുടെയും ഫോക്കസ്. നമുക്ക് വേറൊരു വഴി നമ്മുടെ മുൻപിൽ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഈ ദൈവത്തിന്റെ ഒരു നീതിയുണ്ട്. ആ ദൈവത്തിന്റെ നീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യ ഫലമായി മാറുന്നത് അവന്റെ നീതി പ്രാപിച്ചിട്ടാണ്, അല്ലാതെ നമ്മൾ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും വെച്ചിട്ടല്ല. അതുകൊണ്ട് 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 20 ആദ്യം വായിക്കാം. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത് കഴിഞ്ഞ് 19 വായിച്ചു നോക്കി. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. കാരണം എന്താ? ഈ പറയുവാൻ താമസം, കോപത്തിന് താമസം. കാരണം എന്താ? കോപം കൊണ്ടൊരു പ്രയോജനമില്ല. ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കാൻ കോപത്തിന് പറ്റത്തില്ല, മനുഷ്യന്റെ നീതി എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഇത് വിശദമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടൈം ടുഡേ. പക്ഷേ പാസ്റ്ററിന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുമ്പോട്ട് പോകട്ടെ. പക്ഷെ മുമ്പോട്ട് പോയാൽ വേറെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. കാരണം എനിക്ക് ഇത് കഴിഞ്ഞ് 3 മീറ്റിംഗ് കൂടെ ഉള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ അധികം മുമ്പോട്ട് പോകാതെ തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടത് എൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കാൻ മനുഷ്യരുടെ കോപത്തിന് പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ നീതി മനുഷ്യരുടെ കോപത്താൽ വരുന്നതല്ല. നമ്മൾ വേറൊരാളുടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ഏതെങ്കിലും ഒരു നീതിയോട് ഇത്തിരി തീഷ്ണത തോന്നുവാണെങ്കിൽ, അവനങ്ങനെ ചെയ്യുന്നില്ല ബ്രദറെ, അവൻ അങ്ങനെ എന്ത് കഷ്ടമാണെന്നൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചോ. പാപത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നീതിയെക്കുറിച്ചാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു എരിവുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് ബൈബിളിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നീതിയെക്കുറിച്ച് എരിവുണ്ടോ? വെള്ളവസ്ത്രം ബൈബിളുള്ളതായിരിക്കില്ല. ബൈബിളിലുള്ള ഒരു നീതിയെക്കുറിച്ചും ആർക്കും എരിയാൻ പറ്റില്ല. കാരണം എന്താ? മനുഷ്യന്റെ കോപത്താൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു നീതിയും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണേ ഒന്ന് ആലോചിച്ച് നോക്കി. നേരം ആലോചിക്കാൻ സമയം വേണം. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നില്ലേ? പറയാൻ എളുപ്പമാണ്, പക്ഷെ പുള്ളി അത് ചെയ്തിട്ടാ പറയുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് ദൈവത്തിന്റെ നീതിയല്ല. സംശയമുണ്ട് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോകരുതെന്ന് പറയുന്നു. ഭയങ്കര ആവേശമുള്ള ആൾക്കാർ പറയാറുണ്ട് ദൈവത്തിന്റെ നീതി ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര സീലുള്ള ഒരാളെ നിങ്ങൾ കണ്ടെങ്കിൽ ഓർത്തോ, ആ ദൈവത്തിന്റെ നീതിയിലായിരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഭയങ്കര സീലുള്ള ഒരാളെ കണ്ടു. പുള്ളി സീൽ എന്റെ 3-4 കാര്യങ്ങളുണ്ട്, ഒന്നും ബൈബിളിലുള്ളതല്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ എന്തിനാണ് ഇത്ര സീലായിരിക്കുന്നത്? ബൈബിളിലുണ്ട്. പുതിയ നിയമത്തിലൊരു ഉപദേശം ആയിരിക്കുകയില്ല. ഓക്കെ, ഈ പാപം എന്ന വിഷയം, ഓക്കെ, വ്യഭിചാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചൂട് വേണം. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഈ ന്യൂട്രൽ ആയ ശേഷം മുമ്പോട്ട് പോകുന്ന കാര്യമാണ്. ഇന്നത് ചെയ്താൽ യു വിൽ ബി ബെറ്റർ. ഫോർ എക്സാമ്പിൾ, ദശാംശം ഞാൻ കൃത്യമായിട്ടും കൊടുക്കും ബ്രദറെ. നല്ല കാര്യമാണ് കേട്ടോ, അത് തെറ്റാന്നോ കൊടുക്കരുതെന്നോ അല്ല. പക്ഷെ അതല്ല പുതിയ നിയമത്തിന്റെ കൊടുക്കലിന്റെ സ്റ്റാൻഡേർഡ്. അപ്പൊ ദശാംശത്തിൽ ദശാംശം കൊടുക്കുന്നു എന്നുള്ളതിൽ പുകഴ്ന്നാലും എന്നാണ് പറയുന്നത്, അല്ലേ? ആണല്ലേ? പുകഴ്ന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ പുതിയ നിയമത്തിന്റെ നീതിയെക്കുറിച്ച് പുകഴാൻ പറ്റിയില്ല, ആവേശപ്പെടാൻ പറ്റില്ല, കോപിക്കാനും പറ്റില്ല. കാരണം അതിലൊന്നും ഈ നീതി സ്ഥാപിക്കപ്പെടില്ല. പഴയ നിയമ നീതി സ്ഥാപിക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് മോശ കൽപ്പലക ഉടച്ചു കളഞ്ഞത്, സ്ഥാപിക്കാൻ വേണ്ടിയ. ന്യായപ്രമാണത്തിന്റെ പുറമെയുള്ള കൽപ്പനകൾ കോപത്തോടെ തന്നെ നടപ്പാക്കേണ്ടി വരും. പക്ഷെ ആന്തരികമായ പ്രമാണം ഒരിക്കലും കോപത്താൽ നടപ്പാക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ പറയോ, നിങ്ങൾ എന്നോട് മര്യാദയ്ക്ക് ക്ഷമിച്ചോ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റുമോ? എനിക്ക് ക്ഷമയില്ല എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ പിള്ളേരോട് കോപിക്കുമ്പോൾ പോലും ഓർത്തോ, ഈ കോപം ദൈവത്തിന്റെ നീതിയെ സ്ഥാപിക്കത്തില്ല. മോശയുടെ നീതിയെ സ്ഥാപിക്കുമായിരിക്കും. നിങ്ങൾ ജീവിച്ച ചെറുപ്പകാലം, അതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. പിള്ളേർ പറയലേ, ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്ത് എന്ത് പഠിത്തമായിരുന്നു. അയ്യോ, നിങ്ങളുടെ അപ്പനമ്മമാർ അനുഭവിച്ച കഷ്ടം അവർക്കറിയാം.
ആ നീതി സ്ഥാപിക്കാൻ നിങ്ങൾക്ക് വടിയെടുക്കാൻ പറ്റും, കോപിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ നീതി സ്ഥാപിക്കാൻ കോപിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിള്ളേരോട് കോപിക്കരുത്. കോപിക്കേണ്ടി വരും. കാരണം ആദ്യം നാട്ടിലെ നീതി വേണമല്ലോ, അല്ലെ നാട്ടുകാർ തല്ലുമല്ലോ. അപ്പൊ അവിടെ കോപിക്കാനുള്ള എലമെന്റ് ഉണ്ട്. പക്ഷെ ഈ കോപം കൊണ്ട് ദൈവത്തിന്റെ നീതി സ്ഥാപിക്കപ്പെടുമെന്ന് വിചാരിക്കണം. ഇവിടെ പറയുന്ന വേറൊരു കാര്യമാണ് താമസം. കോപത്തിന് താമസം, അതുപോലെ സംസാരിക്കാൻ താമസം. ഇത് രണ്ടും സ്ഥിരതയുള്ള വിശ്വാസത്തിൽ ഉണ്ടാകുന്ന വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. ഇതിനെ പത്രോസ് വിളിക്കുന്ന സാവധാനത എന്ന്. ആ സഹോദരിമാരുടെ ഒരു ആഭരണമായിട്ടാണ് പത്രോസ് പറയുന്നത്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ അലങ്കാരം. എന്താണ് സാവധാനത? അല്ലെ താമസം. ഒരാളെന്നെ ചീത്ത വിളിക്കാൻ, എൻ്റെ മനസ്സിലേക്ക് രണ്ട് വർത്തമാനം ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഗുണമുണ്ട്, വിശുദ്ധീകരണം സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് സാവധാനതയുണ്ട്. ഉടനെ പറയണമെന്നില്ല. ഒരു 1 2 3 4 5 6 7 8 9 അത്ര സമയം എനിക്ക് കിട്ടി. അതൊരു സാവധാനതയാണ്. ആ സമയത്ത് എനിക്ക് പറയാം, കർത്താവേ നിന്റെ ഇഷ്ടം, സ്തോത്രം, ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നെന്ന് പറയാൻ വേണ്ടി ആ സാവധാനത, താമസം. നിങ്ങൾക്ക് താമസം കിട്ടാറുണ്ടോ? അത് നല്ല ഡയലോഗ് അടിച്ച ശേഷം പിന്നെയാണ് ഓർക്കുന്നത്? എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും 4 ഡയലോഗ് അടിച്ചിട്ട് പിന്നെയാണോ അയ്യോ പറയണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത്? അത് ഓർക്കാനുള്ള ഈ സാവധാനത ഉണ്ടല്ലോ, അത് നമ്മൾ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിന്ന് ലഭിക്കുന്നു. മനസ്സിലായോ? അപ്പൊ വർത്താനം ഉടനെ പറയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ 2 വർത്താനം പറഞ്ഞാലേ ശരിയാവുള്ളൂ തോന്നുന്നുണ്ടോ? വിശദീകരിക്കപ്പെടാത്തതുകൊണ്ടോ? കണ്ടോ, ഒരു സാവധാനതയുടെ കുറവുണ്ട്. 1 2 3 4 കർത്താവെ ഞാനല്ല നീയാ ജീവിക്കുന്നത്. ദൈവമേ എന്റെ കോപം ദൈവത്തിന്റെ നീതിയെ സാധിക്കുന്നില്ല. കർത്താവെ ഞാൻ മരിച്ചു. ചില സമയം സാവധാനത, ഞാൻ മരിച്ചു. നിങ്ങൾ ആലോചിച്ചേ, ദാറ്റ് സാങ്ക്ടിഫിക്കേഷൻ. അത് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനം. യേശുക്രിസ്തുവിന്റെ മരണത്തോടുള്ള ഐഡന്റിഫിക്കേഷനിലൂടെ സാവധാനത വർദ്ധിച്ചു 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 വരും. സ്ലോ ടു ആങ്കർ. കോപം വരികയല്ല, വരും, ഇൻഡിഗ്നേഷൻ ഉണ്ടാവും. പക്ഷെ അത് ക്രിസ്തുവിന്റെ സ്ഥാനത്തെത്തിയ ശേഷം ഉണ്ടാകുന്ന വ്യത്യാസമുണ്ട്. അത് ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നതല്ല, വേണ്ടിയുള്ളതായിരിക്കത്തില്ല. അത് ദൈവത്തോടുള്ള എരിവിൽ നിന്നുണ്ടാകും. ദാറ്റ് വിൽ ബി ബിബ്ലിക്കൽ. അവനവന്റെ ബലഹീനതകളെ കുറിച്ചും അറിവ് കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് ഈസി ടു ജസ്റ്റ് എക്സ്പ്രസ് ഇറ്റ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കാൻ എന്തിനു സാധിക്കില്ല? ഒരിക്കലും മനുഷ്യന്റെ കോപത്തിന് കഴിയില്ല. കോപിച്ചോ മനുഷ്യന്റെ എഫേർട്ടിനാലോ സ്ഥാപിക്കപ്പെടുന്ന ഒരു നീതിയല്ല ദൈവത്തിന്റെ നീതി. ഓക്കെ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ ആദ്യ ഫലമാകാൻ വേണ്ടിയാണ്. അതിൽ നിന്ന് ദൈവം ഒരിക്കലും പിന്മാറുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നീതി സ്ഥാപിക്കാൻ വേണ്ടി വെപ്രാളപ്പെടരുത്, പ്രലോഭനത്തിൽ അകപ്പെടരുത്. പ്രലോഭനത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ മോഹത്തിൽ കുരുക്കി വീഴാതെ നിങ്ങൾ സൂക്ഷിക്കണം. ആരും നിങ്ങളുടെ മോഹങ്ങളിൽ കുരുക്കിട്ടുകൊണ്ട് പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ വീണിരിക്കും. പുല്ലുപോലെ നശിച്ചു പോകുന്ന സ്വത്തിനെ ചൊല്ലി നന്ദി പറയോ അതിൽ പുകഴുകയോ വേണ്ട. ദൈവം നമ്മളെ നടത്തുന്നു, സ്തോത്രം. ആഹാരം തരുന്നു, വസ്ത്രം തരുന്നു, സ്തോത്രം. ഓക്കെ, അനുദിനം ജീവിക്കാനുള്ള തരുന്നു, സ്തോത്രം. അല്ലാതെ വേറൊന്നും ദൈവത്തിനുമില്ല, പ്രശ്നമൊന്നുള്ള കാര്യമല്ല. സോ ആ താങ്ക്ഫുൾനെസ്സിനേക്കാളും നമ്മുടെ ഉള്ളിൽ വേണ്ടത്, കർത്താവെ നീ എനിക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ്. എല്ലാ സമ്പത്തും നിന്നിൽ നിന്ന് വരുന്നതാണ്. ആ സമ്പത്താണ് എനിക്ക് വേണ്ടത്. എൻ്റെ മോഹങ്ങളാൽ വശീകരിക്കപ്പെടാൻ ഞാൻ എന്നെ അനുവദിച്ചുകൂടാ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ ആഘോഷിക്കുന്നവരായി, ദൈവമേ അങ്ങയുടെ ധനത്തിലേക്ക് നോക്കുന്നവരായി, ആ റിച്ച്നെസ് ഇൻ ക്രൈസ്റ്റ് അനുഭവിക്കുവാൻ ദൈവമേ ഞങ്ങളെ വിളിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.